നമുക്ക് കിട്ടുന്ന ത്രില്ല് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സിറ്റിസൺ ആഗ്രഹിക്കുന്ന സംഭവം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് യു മേക്ക് ഹിം ഹാപ്പി. അതല്ലേ നമ്മുടെ പണി. ഒരു മലയാളം മാഷ് നോവൽ എഴുതിയാലും ഓക്കെയാണ്. ഒരു IAS കാരൻ എഴുതുമ്പോൾ നോവൽ എഴുതുന്ന IAS കാരൻ എക്സാക്ട്ലി അതെന്താ? അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരു ഡോക്ടർ. വാട്ട് ഇഫ് യുവർ ഡ്രൈവർ കോൾസ് യു ബ്രോ? ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ എൻ്റെ ഡ്രൈവറെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഗെറ്റ് യുവർ പോയിന്റ്. ചുറ്റും എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരൊന്നും അല്ലല്ലോ. വി ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. രസികന്മാരാണ് ബഹുഭൂരിപക്ഷം. ഇതൊന്നും പ്ലാൻ ചെയ്ത് എന്നെ ഇങ്ങനെ വിളിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതൊന്നുമല്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ലാലേട്ടൻ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ. നമ്മളിപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രിയും പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ബ്രാൻഡിനും ഒരു റീഇൻവെൻഷനും ഒരു റീവാലിഡേഷനും ഒക്കെ ആവശ്യമുണ്ട്. ജനങ്ങൾ തന്നെ കൊടുത്ത പൈസ, ആ പൈസ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ചെയ്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ പേര് അവിടെ വന്നിരിക്കുന്നു. രാജാവിൻ്റെ പ്രതിപുരുഷനാണ് ആര്? ഉദ്യോഗസ്ഥൻ. പപ്പനാമൻ്റെ ചക്രം വാങ്ങുന്ന ആളെന്ന് പറഞ്ഞപ്പോൾ അധികാരി അല്ലേ, വില്ലേജ് ഓഫീസറെ പഴയ ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്നൊക്കെ ആ ഒരു ഷോ ഓഫ് ഉണ്ടല്ലോ, ഭയങ്കര ആർട്ടിഫിഷ്യലുമാണ്. ഒടിയന് ശേഷം ഇതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. ഹായ്, വെൽക്കം ടു IAS ഫാക്ടേഴ്സ് ഇമ്പാക്ട്. നമ്മുടെ ഇൻ്റർവ്യൂ പോഡ്കാസ്റ്റ് സീരീസ് ആണ്. ആൻഡ് നമ്മുടെ മൂന്നാമത്തെ സീരീസാണ് നമ്മളിന്ന് എടുക്കുന്നത്. ആൻഡ് വി ആർ വെരി പ്രൗഡ് ടു ഹാവ് വിത്ത് അസ് പ്രശാന്ത് നായർ IAS. വെൽക്കം ടു ദ ഷോ സർ. താങ്ക് യു. നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എൻ്റെ ഒരു ഒബ്സർവേഷൻ പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓവർ ദി ഇയേഴ്സ് ഒരുപാട് IAS ഓഫീസേഴ്സ് സിവിൽ സർവൻസ് ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഇവരോടൊക്കെ മെസ്സേജ് അയക്കുമ്പോഴും എവിടെ ഒരു ബ്യൂറോക്രാറ്റ് ആണ് എന്നൊരു തോന്നൽ പലപ്പോഴും നമുക്ക് ഇൻഡയറക്ട്ലി വരാറുണ്ട്. അത് അവരൊരു വെയിറ്റ് ഇടുന്നതാണോ, അല്ലെങ്കിൽ അവർ ബ്യൂറോക്രാറ്റ്സ് ആണ്, അവരുടെ രീതി, പെരുമാറ്റം, അവരുടെ സ്റ്റാച്ചർ എല്ലാം അങ്ങനെയാണ്. ആദ്യമായിട്ടാണ് ഒരു ഓഫീസറിനോട് ചാറ്റ് ചെയ്യുമ്പോൾ സ്റ്റിക്കേഴ്സ് അയച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. അതും സ്പൈഡർമാൻ്റെ സ്റ്റിക്കേഴ്സും രസകരമായിട്ടുള്ള ഈ സ്റ്റിക്കേഴ്സ് അയക്കുമ്പോൾ നമ്മൾ ഒരു ബെയർഫുട്ട് ബ്യൂറോക്രസിയുടെയൊക്കെ കാലഘട്ടമായി എന്ന് പറയുമ്പോഴും ഇത്ര സിമ്പിൾ ആണോ പ്രശാന്ത് നായർ? സ്റ്റിക്കർ അയച്ചുകൊണ്ട് സിമ്പിൾ ആവുമൊന്നുമില്ലല്ലോ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ അല്ലേ. ഞാൻ അയച്ച സ്റ്റിക്കർ അപ്രോപ്രിയേറ്റും കറക്റ്റ് സാധനം കമ്മ്യൂണിക്കേറ്റ് ആയോ? കറക്റ്റ് അല്ലേ? അതൊരു സ്നേഹം തോന്നുന്നിടത്ത് അത് രസമല്ല. സിനിമയുടെ കാര്യമൊക്കെ പറയുന്ന പോലെയാണ്. പ്രത്യേകിച്ച് സിനിമയിലൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ആണ് സ്റ്റിക്കറായിട്ട് വരുന്നതെങ്കിൽ ആ ഒരു എക്സ്പ്രഷനും ഇതും ഒരു വാക്കല്ല, അതിന് ആ ഒരു സീൻ മൊത്തം നമുക്ക് മനസ്സിലേക്ക് വരികയാണ്. അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം അതിലൂടെ കൺവേ ആവുന്നത്. വാക്കുകൾ ആവശ്യമില്ല. ഒരു രസമുള്ള കമ്മ്യൂണിക്കേഷൻ ഇതാണ്. ഇപ്പോൾ ഒരു 10 200 എത്രയോ സ്റ്റിക്കറാണ് നമ്മുടെ കളക്ഷൻ ഉള്ളത്. അപ്പോൾ ഒരു ചോദ്യമോ ഒരു കാര്യമോ അല്ലെങ്കിൽ ഒരു സന്ദർഭമോ പറയുമ്പോൾ അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള ഒരു സാധനം എടുക്കുന്നത് ഒരു മെൻ്റൽ ആക്ടിവിറ്റിയും ഒരു രസവുമാണ്, ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഇപ്പോൾ കൃത്യമായിട്ടുള്ള സാധനം കൊടുത്തു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് നമുക്ക് ആ ഒരു റെസ്പോൺസ് രസമായിട്ട് കിട്ടും. അത് എസ്പെഷ്യലി നമ്മൾ ഫ്രണ്ട്സും ഗ്രൂപ്പിനകത്തൊക്കെയുള്ള ഡിസ്കഷനൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നല്ല രസമാണ് ഈ പടപടാന്ന് കറക്റ്റ് ഉത്തരം കൊടുത്തു പോകുന്നുള്ളത്. പക്ഷെ എൻ്റെ ചോദ്യത്തിനൊരു സെക്കൻഡ് ആസ്പെക്ട്, ഞാൻ പ്രശാന്ത് നായർ എത്രയും സിമ്പിൾ ആണോ എന്ന് ചോദിക്കാൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, താങ്കളെ എല്ലാവരും കളക്ടർ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് പൊതുവേ ബ്യൂറോക്രാറ്റ്സിനും ഓഫീസേഴ്സിനൊക്കെ ഒരു സ്ട്രിക്ട്നെസ്സോ അല്ലെങ്കിൽ ഒരു റിജിഡിറ്റി പോലെയൊക്കെ നമുക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ അപ്രോച്ചബിൾ അല്ലാന്ന് തോന്നാറുണ്ട്. ഇവിടെ എല്ലാവരും ചേട്ടാന്ന് വിളിക്കുന്നുണ്ട്, കളക്ടർ ബ്രോ എന്ന് വിളിക്കുന്നുണ്ട്. അത് എപ്പോഴെങ്കിലും അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ വരുന്നപ്പോൾ സീരിയസ്നെസ് കുറഞ്ഞു പോയ പോലെ തോന്നിയിട്ടുണ്ടോ? ഞാനൊരു ഒഫീഷ്യൽ പദവിയിൽ ഇരിക്കുമ്പോൾ ഇവരെന്നെ ലൈറ്റായിട്ട് എടുക്കുന്നുണ്ടോ, ടേക്കൺ ഫോർ ഗ്രാൻഡായിട്ട് എടുക്കുന്നുണ്ടോ എന്ന്? ശരിക്കും ഓഫീസിലോ അല്ലെങ്കിൽ സാധാരണക്കാരോ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നവരോ ഒന്നും അല്ല ഇത് കാരണം സീരിയസ് ആയി എടുക്കാത്തത്. ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ചുകൂടെ ഓൾഡ് ഫാഷൻഡ് ആയിട്ട് ചിന്തിക്കുന്നവരുണ്ടല്ലോ, ഒരു ഓൾഡ് സ്റ്റൈൽ ഓഫ് അഡ്മിനിസ്ട്രേഷൻ, റിജിഡ് ആയിട്ടുള്ളതും അധികാരം നമ്മളിങ്ങനെ ഷോ ഓഫ് ചെയ്യണം അങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര പുട്ട് ഓഫ് ആണ്. അവർ എത്രയോ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇത് ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെയൊക്കെ വിളിക്കുന്നത് ശരിയാണ്, കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ടൊക്കെ ഇരിക്കണം. ഇതിപ്പോൾ ഇതൊന്നും പ്ലാൻ ചെയ്ത് എന്നെ ഇങ്ങനെ വിളിക്കുമെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അതൊന്നുമല്ല, ഇറ്റ് ജസ്റ്റ് ഹാപ്പൻസ്. ലാലേട്ടൻ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് പറഞ്ഞ പോലെ ആൾക്കാർ അവർക്ക് അടുപ്പം തോന്നി വിളിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വിളിക്കരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഐ ഡോണ്ട് ഫീൽ എനി ഡിസ്കംഫർട്ട്. കാരണം ഒന്നാമത് സർവീസിൽ ജോയിൻ ചെയ്ത തുടക്കത്തിൽ തന്നെ 2 വേൾഡ് ബാങ്ക് പ്രോജക്ട്സ് കൈകാര്യം ചെയ്തിരുന്നു. വേൾഡ് ബാങ്ക് പ്രോജക്റ്റുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഒരു
എന്താ പറയുക, ഒരു അമേരിക്കൻ കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് അതിനകത്ത്. ഫസ്റ്റ് നെയിം ബേസിസിലൊക്കെ വിളിച്ചും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു ഹയറാർക്കി ബേസ്ഡ് ഒന്നും അല്ല. സാറേ വിളിയൊന്നും അവിടെ ഉണ്ടാവാറില്ല, നമ്മളത് എൻകറേജ് ചെയ്യാറില്ല. അപ്പോൾ എഫിഷ്യൻസിയും ഗെറ്റിംഗ് ദ റിസൾട്ട്, ഗെറ്റിംഗ് ഇറ്റ് ഡൺ, ഇതൊക്കെയാണ് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഒരു സാധാരണ സ്വകാര്യ മേഖലയിലുള്ള ഒരു കമ്പനിയിലൊക്കെ ഉണ്ടാവുന്ന പോലെയുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ 2 വേൾഡ് ബാങ്ക് പ്രോജക്റ്റിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇതാണ് കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളത്. അപ്പോൾ കളക്ടറായിട്ടൊക്കെ പോകുമ്പം എത്രയോ ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഇൻഫർമേഷൻ കിട്ടാതാവുകയാണ്. മാത്രമല്ല ഇത് നാച്ചുറലി ഐ എം ലൈക്ക് ദിസ്, ഞാൻ ഇങ്ങനെയാണ്. ഞാൻ ഇപ്പം കളക്ടർ വേഷം കിട്ടാൻ നേരമോ അല്ലെങ്കിൽ ഒരു ഓഫീസറാകുമ്പോഴേക്കും ഞാൻ പെട്ടെന്ന് വേറെ എന്തെങ്കിലുമായിട്ട് അഭിനയിക്കാൻ പറ്റുമോ? ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ്. ഐ ഡോണ്ട് സീ എനി റീസൺ വൈ ഐ ഷുഡ് ചേഞ്ച്. റീസൺ ഉണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ചിലപ്പോൾ ഓഫീസിൽ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ചിലപ്പോൾ ഗൗരവം ഭാവിച്ച ഒരു മീറ്റിങ്ങിൽ ചിലപ്പോൾ മസിൽ പിടിച്ചൊക്കെ കുറച്ച് പറഞ്ഞെന്നൊക്കെ ഇരിക്കും. പക്ഷേ മീറ്റിംഗ് അവസാനമാകുമ്പോഴേക്ക് അവസാനം എനിക്ക് ഇച്ചിരി പൊട്ടിപ്പോയി. എന്ത് ചെയ്യാനാണ്, നമ്മൾ നേച്ചർ അങ്ങനെ പോയി. ഒരു പെർമനൻ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് മസിൽ പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇറ്റ്സ് നേച്ചർ, ഓരോരുത്തരും ഓരോ നേച്ചറല്ലേ. സോ അതത്രേ ഉള്ളൂ. അത് ബോധപൂർവം നമ്മൾ ചെയ്യുന്നതുമല്ല, ബോധപൂർവം ആർക്കും അത് ചെയ്യാൻ സാധിക്കില്ല. ഞാൻ ഇനി തൊട്ട് വളരെ കൂളാവെന്നും പറഞ്ഞ ഒരാൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അയാൾ ബൈ നേച്ചർ അങ്ങനെ അല്ലെങ്കിൽ നടക്കുകയില്ല അല്ലേ. സോ ഇറ്റ്സ് ബിക്കമിങ് യുവർ സെൽഫ്, അതാണ് അത്രേ ഉള്ളൂ. ആൻഡ് ഐ ഡോണ്ട് ഫൈൻഡ് എ റീസൺ വൈ ഐ ഷുഡ് ചേഞ്ച്. ഒരു ആരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മസിൽ പിടിക്കണം. ഇപ്പോൾ കളക്ടറായിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എല്ലാവരും ഈ ബ്രോവിളിയൊക്കെ തുടങ്ങിയത്. അത് ഒബ്വിയസ്ലി ആ കാലഘട്ടത്തിൽ ആദ്യമായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഒരു കളക്ടർ ഇൻട്രാക്ട് ചെയ്യാൻ തയ്യാറാവുന്നത്, ഗ്രീവൻസസ്, പബ്ലിക് ഗ്രീവൻസ് എടുക്കുന്നത്, സൊല്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ആൾക്കാർ അവിടുത്തെ ഭാഷയാണ്, സോഷ്യൽ മീഡിയയിലുള്ളൊരു ഭാഷയാണത്. അപ്പോൾ അന്ന് സീനിയർ കുറച്ച് ഓഫീസേഴ്സൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇങ്ങനെ ചെയ്താൽ എങ്ങനെ, ഹൗ വിൽ ദിസ് വർക്ക്, സാറിന് വിളിപ്പിച്ച് അതാണ് ക്രിറ്റിസിസം വരുമ്പോൾ ഒബ്വിയസ്ലി മറ്റുള്ളവർക്കും ഒരു പ്രഷറാണ് സിംപ്ലിഫൈ ആവാനുള്ള ഒരു. അതിനെക്കാട്ടിലും അവർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവാത്ത ചോദ്യങ്ങളൊക്കെയാണ് തിരിച്ചു ചോദിച്ചത്. നിന്റെ വാട്ട് ഇഫ് യുവർ ഡ്രൈവർ കോൾസ് യു ബ്രോ? ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ എൻ്റെ ഡ്രൈവറെ ചേട്ടാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഐ ഡോണ്ട് ഗെറ്റ് യുവർ പോയിന്റ്. ഇതെന്ന് പറഞ്ഞാൽ കാലഘട്ടത്തിൻ്റെ മാത്രമല്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ചെറുപ്പക്കാരാകുമ്പം എല്ലാവരും കുറച്ചുകൂടെ ഈ ലൈനിൽ ചിന്തിക്കുന്നു. അതുമല്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. യങ്സ്റ്റർ ഓഫീസേഴ്സും ഇനീഷ്യലി ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്, ജനറേഷൻ തിങ് ആണെന്ന്. പക്ഷേ ജനറേഷൻ തിങ്ങും അല്ല. കാരണം പിന്നീട് നമ്മുടെ കീഴിൽ തന്നെ വർക്ക് ചെയ്യാൻ വന്നിട്ടുള്ള ജൂനിയേഴ്സ് ചിലരുടെ മസിൽ പിടുത്തം ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി വെരി ഫണി. വളരെ ജൂനിയർ ആയിരിക്കാം, പക്ഷേ ഇവർ കീഴുദ്യോഗസ്ഥരെടുത്ത് കാണിക്കുന്ന ഒരു ധാർഷ്ട്യമോ അല്ലെങ്കിൽ ഭാഷ, വേർഡ്സ് യു ചൂസ്, ഞാനാണ് ഇവിടെ അധികാരി, എല്ലാവർക്കും മേലാവി എന്നൊക്കെ ആ ഒരു ഷോ ഓഫ് ഉണ്ടല്ലോ, ഭയങ്കര ആർട്ടിഫിഷ്യലുമാണ്. ഇവരാരും രാജാവിനെ പോലെ പൊട്ടി വീണ് വരുന്നതൊന്നും അല്ലല്ലോ. ഒരു സാധാരണ മനുഷ്യരാണ്. നമ്മൾ ഈ എക്സാം എഴുതുന്നതിന് മുമ്പ് അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടുള്ളതാണ്. നമുക്കതൊക്കെ അറിയാമല്ലോ. ഒരു സർക്കാർ ഓഫീസിൽ പോയാൽ നമുക്ക് എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളതെന്ന് അറിയാം. ഇറ്റ്സ് ലൈക്ക് റാഗിങ്. പലപ്പോഴും റാഗിങ് കിട്ടിയ ചിലർ അത് തുടരാനാണ് ശ്രമിക്കുക. അതെ, എനിക്കിത് കിട്ടി, ഇനിയിപ്പം എല്ലാവരെയും അതുപോലെ അനുഭവിപ്പിക്കണം എന്നുള്ള അതൊരു ചോയ്സാണ്. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അതല്ല, എനിക്കതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റും വിധത്തിൽ ആ ചേഞ്ചസ് വരുത്താൻ ശ്രമിക്കുന്നു, അങ്ങനെയുണ്ട്. ഐ പ്രിഫർ ദ സെക്കൻഡ് വേ. അടുത്ത എൻ്റെ ഒരു ഒബ്സർവേഷൻ സാറിൻ്റെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ചിട്ടാണ്. ഒരു ഓഫീസർ, ഇപ്പോൾ സാർ ഒരുപാട് ക്രിറ്റിസിസം ഡ്രോ ചെയ്തു എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ഇങ്ങനെ സിമ്പിൾ ആവുന്നതുകൊണ്ടും ഈ രസകരമായി തോന്നിയ മറ്റു കാര്യങ്ങൾ, തേരെ മേരെ ബീച്ച് മേ, കോഴിക്കോട് ഉണ്ടായിരുന്ന സമയത്തുള്ള ഇപ്പൊ തേരെ മേരെ ബീച്ച് മേ എന്ന് പറയുമ്പോൾ ബീച്ച്, ഓപ്പറേഷൻ വേർഡ് പ്ലേ, ഓപ്പറേഷൻ സുലൈമാനി, ഓപ്പറേഷൻ സവാരി ഗിരിഗിരി. അപ്പോൾ ഇങ്ങനത്തെ പേരുകളൊക്കെ ഇട്ട് ഒരു പ്രോഗ്രാംസ് അനൗൺസ് ചെയ്യുമ്പോൾ, പണ്ട് നമ്മൾ സാധാരണ കാണുന്ന ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ മുന്നേ പ്രോഗ്രാംസ് എന്നൊക്കെ പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുക. ഇത് സിനിമയിൽ നിന്നും ഹെവിലി ഡ്രോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആൾക്കാർ തേരെ പേരെ ബീച്ച് മേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. അതേപോലെ ഇഷ്ടമുള്ള ഒരു പേരായിരുന്നു അത്. കാരണം ഒന്ന് ബീച്ച് എന്നുള്ള വാക്കിന്റെ ഒരു പ്ലേ ഉണ്ടല്ലോ. എക്സാക്ട്ലി. കേൾക്കുമ്പോൾ തന്നെ ആദ്യം തേരെ മേരെ ബീച്ച് മേ എന്ന് പറയുന്നതും, ഈവൻ കുളം വൃത്തിയാക്കിയ ബിരിയാണി തരാം എന്നൊക്കെ പറയുന്ന, കുളം വൃത്തിയാക്കിയാണ്, കുളം തോണ്ടാനാണ് വിളിക്കുന്നത്, കുളം തോണ്ടിയ ബിരിയാണി തരാം. അപ്പൊ ഇത്തരത്തിലുള്ള ഗവർണൻസ് ഇനിഷ്യേറ്റീവ്സ് നമ്മൾ സാധാരണ ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബ്രേക്കിംഗ് ഓഫ് സാധാരണ ഒരു കൺവെൻഷന് ബ്രേക്ക് ചെയ്തുകൊണ്ടുള്ള പ്രൊജക്ടുകൾ പണ്ടും ഉണ്ടെങ്കിലും ഇതിനെ വ്യത്യസ്തമായ രീതിയിൽ ക്രിയേറ്റീവ്ലി അപ്രോച്ച് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ജനസിസ് എങ്ങനെയാണ്? അങ്ങ് തീരുമാനിക്കുകയാണോ ഇന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു പേരിട്ടേക്കാം, അല്ലെങ്കിൽ ജനത്തിനെ കുറച്ചുകൂടെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയും കൂടെ ആണോ?
കാലിക്കറ്റ് ഈ പറഞ്ഞ പ്രോജക്ട്സ് ഒക്കെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോജക്ട്സ് ആയിരുന്നു. എല്ലാത്തിനകത്തും പാർട്ടിസിപ്പേഷൻ വേണം, ആൾക്കാരുടെ പാർട്ടിസിപ്പേഷൻ വേണം. അപ്പോൾ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ രസകരമായിട്ട് അവർക്കൊരു ഇൻട്രസ്റ്റ് ചെറുതായിട്ട് തോന്നണ്ടേ. ഇപ്പോൾ എനിക്ക് എൻ്റെ ഓപ്ഷണൽ സബ്ജക്റ്റ് UPSCയിൽ രണ്ടാമത്തെ ഓപ്ഷണൽ സബ്ജക്റ്റ് സൈക്കോളജി ആയിരുന്നു. അപ്പോൾ സൈക്കോളജിയിൽ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഏരിയ അഡ്വർടൈസിങ് സൈക്കോളജി ആയിരുന്നു, മാസ് സൈക്കോളജിയും മറ്റൊക്കെ. അപ്പോൾ അതിൽ എങ്ങനെ കൃത്യമായിട്ട് നമുക്കൊരു ഇൻട്രസ്റ്റ് എലിസിറ്റ് ചെയ്യാം, എങ്ങനെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാം. ഇപ്പം ഇൻ്റലക്ച്വലി ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്ന കൈൻഡ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു ഏരിയ ആണ്. ബ്രാൻഡിങ്, ഒരു നെയിമിങ്, എസ്പെഷ്യലി ഡിസൈനിങ് വളരെ ഇഷ്ടമുള്ളതാണ്. ലോഗോ ഡിസൈൻ, ഇതൊക്കെ കുറച്ച് ഹോബി പോലെ ഒരു വശത്തോട് ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടുമ്പം നമ്മൾ കളയും. നമുക്ക് കിട്ടുന്നല്ല, കൈ തെളിഞ്ഞു വരില്ല, നല്ല രസമുള്ളൊരു ഓപ്പർച്യൂണിറ്റി അല്ല. പിന്നെ ഇതിൽ നമുക്ക് സർക്കാർ പൈസയോ സർക്കാർ ഫണ്ടിങ്ങോ സപ്പോർട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാതെ ചില ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നതാണ്. ഇപ്പോൾ ഈ കുളം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാ വർഷവും ചെറിയൊരു ഫണ്ടിങ് ഉണ്ട്. ഈ പ്രീ മൺസൂൺ ആ സമയത്തൊക്കെ ഒന്ന് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി കുളങ്ങൾ. പക്ഷേ ആ ഫണ്ട് എന്ന് പറഞ്ഞാൽ റിഫ്രഷ്മെൻറ്റ് വാങ്ങാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, അതൊരു ചെറിയ തുകയെ കാണുള്ളൂ. ഇത് വെച്ചിട്ട് നമ്മൾ ഈ ജില്ലയിലുള്ള എല്ലാ കുളവും എങ്ങനെ വൃത്തിയാക്കാൻ പറ്റും? അപ്പോൾ എല്ലാ വർഷവും ഇതുണ്ട്, ഇത് എഴുതിയെടുക്കുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ ഒക്കെ പോകുന്നു, ഇത് ഒരു റിസൾട്ട് നമുക്ക് ഫീൽഡിൽ കിട്ടുന്നില്ല. അപ്പോഴാണ് ആ വർഷം നമ്മൾ വിചാരിച്ചു നമുക്കിത് ചെയ്യണം, എന്തായാലും ചെയ്യണം, മാക്സിമം കുളങ്ങളും ഈ വാട്ടർ ബോഡീസ് ക്ലീനപ്പ് ചെയ്യണം. എന്നാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ ഈ മൺസൂൺ സമയത്ത് അതെല്ലാം നിറയും, അടുത്ത വർഷത്തേക്ക് ഡ്രൗട്ട് കുറവായിരിക്കും. ആൻഡ് യു വിൽ നോട്ട് ബിലീവ്, ഇത് ആക്ച്വലി നടന്നു. ഇത് ക്ലീനപ്പ് ചെയ്തതിൻ്റെ ആ റിസൾട്ടായിട്ട് അതിൻ്റെ തുടർ വർഷത്തിൽ നമുക്ക് ഡ്രൗട്ടിൻ്റെ ഇമ്പാക്റ്റ് കുറവായിരുന്നു. ഇതൊക്കെ ഡോക്യുമെൻ്റ് ചെയ്ത് കൃത്യമായി ശരിക്ക് വി ഷുഡ് ബി ഡൂയിങ് ഇറ്റ് എവറി ടൈം. ഇത് പണ്ട് കാലം തൊട്ടേ ഇതൊക്കെ സ്കീമാക്കിയിട്ട് വെച്ചിരിക്കുന്നത് ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടാണ്, അല്ലാതെ ഒരു ചടങ്ങ് പോലെ ചെയ്യാനല്ല. ഇമ്പാക്റ്റ് വേണമെന്ന് തോന്നുമ്പോൾ നമ്മൾ വി ട്രൈ ടു മേക്ക് ഇറ്റ് ദ ബെസ്റ്റ്. അപ്പോൾ ആൾക്കാരുടെ കൂട്ടായ്മ വേണം. അപ്പോൾ അവർക്കൊരു ബിരിയാണി കൊടുക്കാമെന്ന് പറഞ്ഞു കഴിയുമ്പം ബിരിയാണിക്കൊന്നും അല്ല ഇവർ വരുന്നത്, ആ ഫണ്ണിന് വേണ്ടിയാണ്, രസത്തിന് വേണ്ടിയാണ്. അതിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റിൻ്റെ ഒരു രസമുണ്ട്. വോളണ്ടറിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. വോളണ്ടറിസം സ്വിച്ചിട്ടാൽ വരുന്ന ഒരു സംഭവമൊന്നുമല്ല, അല്ലാതെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ടാക്കി വെച്ചിട്ട് വോളണ്ടിയേഴ്സ് വരൂ എന്ന് പറയുമ്പോൾ ഉടനെ ഓടി വരുമൊന്നുമില്ല. യു നീഡ് ടു മോട്ടിവേറ്റ്, യു നീഡ് ടു ഗൈഡ്, അവർക്കൊരു ഇൻസ്പിറേഷൻ കൊടുക്കാൻ പറ്റണം. ആൻഡ് ദേ ഷുഡ് ഫീൽ അവരൊരു മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യമാണ് ചെയ്യുന്നതെന്ന് അവർക്ക് തോന്നണം. അല്ലാതെ നിങ്ങൾ ഫ്രണ്ടിൽ കയറി സ്റ്റിക്കറും ബോർഡും അടിച്ചിട്ട് നിങ്ങൾ നിന്നാലൊന്നും നടക്കില്ല. നിങ്ങളെ കണ്ടിട്ടൊന്നുമല്ല അവർ വരുന്നത്, അവർക്ക് ഉള്ളിൽ തോന്നണം, അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നണം. അപ്പം അങ്ങനെ വരുമ്പോൾ ഇത്തരം വാക്കുകളും പ്രയോഗങ്ങളും ബ്രാൻഡിങ്ങും ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ രസമുണ്ട്. അപ്പോൾ അവർക്കൊരു രസം തോന്നും. പിള്ളേർ, നമ്മളൊക്കെ ആ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ, അപ്പോൾ നമുക്കും നമ്മുടെ അടുത്ത് വെറുതെ അവിടെ ക്ലീനപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇല്ല, അതിനകത്തൊരു രസം ഉണ്ടാവണം. അവിടെ വരുമ്പോഴും രസം ഉണ്ടാവണം, അവിടെ വന്നു കഴിഞ്ഞാലും ഒരു കൂട്ടായ്മ ക്രിയേറ്റ് ചെയ്യാൻ അറിയണം, അവിടെ എല്ലാവർക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കണം. അല്ലാതെ അവിടെ നിന്ന് ഹൈറാർക്കി കളിച്ചിട്ട് ബോസ് കളിച്ചിട്ടൊന്നും കാര്യമില്ല. സോ അവിടുത്തെ കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാംസ് എല്ലാം ഇങ്ങനെ ആയിരുന്നു. അപ്പോൾ അതിന് ഇത് ആവശ്യമായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ UPSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന സമയത്തും സകലമാന സർക്കാർ സ്കീമുകളുടെയും പേര് നമ്മൾ കുറേ പഠിക്കും. എല്ലാ സ്കീമുകളും കാണും. എന്തൊക്കെ പേരുകളാണ്, നമുക്ക് വായിക്കൊള്ളുന്ന വല്ല പേരുണ്ട്. മറ്റേ യോജന, മറിച്ച യോജന, ഇത് സെൻട്രൽ സ്കീംസ് ആണെങ്കിലും സ്റ്റേറ്റ് സ്കീംസ് ആയാലും വായിക്കൊള്ളാത്ത പേരുകളാണ്, ചോദിക്കുകയും ചെയ്യും. ഇതൊക്കെ നമ്മൾ അതിന്റെ പകയുണ്ടേ. എന്നാ പിന്നെ ഓർക്ക് എളുപ്പമുള്ള രണ്ട് സ്കീമുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു അതിന് ശേഷവും അതിന് മുന്നേ ഇങ്ങനത്തെ സ്കീമുകൾ ഇപ്പൊ നമ്മൾ കേൾക്കാറില്ല. ഇപ്പൊ കുറച്ച് സ്കീംസ് ഒക്കെ വരുന്നുണ്ട്. വെച്ചാല് ഈ ഇതിനകത്തൊക്കെ നമ്മൾ ഒരു സ്റ്റെപ്പിംഗ് ഔട്ട്സൈഡ് ദ കംഫർട്ട് സോൺ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവം ചെയ്യുമ്പം പേടിയാണ് പലപ്പോഴും. എനിക്ക് ഓർമ്മ, നമ്മളിത് ഓരോ ബ്രാൻഡിങ് പേരും സാധനമൊക്കെ എന്ന് പറഞ്ഞാൽ ഓൺ ദ സ്പോട്ട് വരുന്നതാണ്. നമ്മൾ ചിലപ്പോൾ ഓഫീസിൽ ഡിസ്കസ് ചെയ്യുന്നു, നടപ്പാരൊക്കെ ഇറങ്ങാൻ നേരമായിരിക്കും നമുക്ക് ഇങ്ങനെ ഒരു പേരിടാം, അങ്ങനെ പേരിടാം. അല്ലല്ല, അത് നമ്മൾ ഈ ബീച്ചിനെ പല സോണായിട്ട് തിരിച്ചിട്ട് ഓരോ കോർപ്പറേറ്റ് എൻറ്റിറ്റിയെ കൊണ്ട് അത് ടേക്കപ്പ് ചെയ്ത് അത് ഡെവലപ്പ് ചെയ്യുന്നതായിരുന്നു ഐഡിയ. അപ്പോൾ ഒരു സ്ഥലത്തൊരു ഓപ്പൺ ജിം, മറ്റേ അടുത്ത് ഇങ്ങനെ അതിൻ്റെ നൈറ്റ് ക്ലീനിങ് ആദ്യമായിട്ട് മെഷീനറിയൊക്കെ കൊണ്ടുവന്നിട്ട് രാത്രി കംപ്ലീറ്റ് അങ്ങ് ക്ലീനപ്പ് ചെയ്യണം. അപ്പോൾ രാവിലെ വരുമ്പോൾ അത് ഫസ്റ്റ് ചെയ്ത ദിവസം നമ്മൾ ഇതിന് ഉദ്ഘാടനം ഇല്ല, ഒരു പരിപാടിയില്ല, അങ്ങ് ചെയ്യാണ്. അപ്പോൾ രാവിലെ ഞാനും പോയി, രാവിലെ എന്താ ഡിഫറൻസ് കാണാം. അപ്പം ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കാരണം അവിടെയൊക്കെ പാകിയിരുന്ന ടൈല് എത്രയോ കാലമായി അതിൻ്റെ മേലെ മണ്ണൊക്കെ വന്നിരുന്നത് അറിയില്ല, അതിൻ്റെ അടിയിൽ ഇതുണ്ടായിരുന്നു. ഒക്കെ ക്ലീനപ്പ് ആയിട്ട് ബീച്ച് അങ്ങ് വേറൊരു ലുക്കായി. അപ്പം ഇത് ഒരു ഇൻവോൾവ്മെൻറ്റോടുകൂടെ എത്രയോ പേരെ കൊണ്ടുവരണം. അതിനകത്ത് കുറച്ച് കോർഡിനേഷൻ എഫേർട്ട് ഉണ്ട് ഇതൊക്കെ ഉണ്ട്. അപ്പം എല്ലാവർക്കും തോന്നണം
ദാറ്റ് ദേ ആർ ഡൂയിങ് സംതിങ് മീനിങ് ഫുൾ, അവർക്ക് എന്തോ തിരിച്ച് കിട്ടുന്നുണ്ടെന്ന്. ദാറ്റ് റിക്വയർസ് എ ബിറ്റ് ഓഫ് എൻ എഫേർട്ട്. അപ്പോൾ ഈ പക്ഷേ ഇതിനൊക്കെ ഒരു ഇൻസ്പിറേഷണൽ മൊമെൻ്റ് നമുക്കും വേണം. ഈ പ്രോജക്റ്റ് സംഭവം ഇതൊക്കെ ഇട്ടിട്ട് അന്ന് ചെയ്തുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നമ്മൾ ഇതിൻ്റെ കോൾ ഫോർ ഇത് ഇടും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരെ വിളിക്കാനും അത് ഇതൊക്കെ. അപ്പോൾ ആ പോസ്റ്റ് എഴുതുമ്പോഴാണ് മിക്കവാറും തലയിൽ ഇമാതിരി പേരുകളൊക്കെ കത്തുന്നത്, ജെനസിസ് വരുന്നത്. എന്തെങ്കിലും ഒരു സംഭവം കത്തിയിട്ട് എൻ്റെ PA ഉണ്ടായിരുന്നു, വെരി ഗുഡ്, ഒരു നജീഷ് ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ സ്റ്റാഫിലുള്ള വേറെയും 1-2 പേര്, പിന്നെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇവരൊക്കെയുള്ള കുറേ ഗ്രൂപ്പുകൾ, ആ ഗ്രൂപ്പിലൊക്കെ പേരിട്ടിട്ട് ചോദിക്കും. അപ്പോൾ അന്നേരം ഓരോരുത്തർ ഇതുപോലെ കോനയടിക്കുകയും തമാശയും അതും ഇതൊക്കെയാണ് അതിനകത്ത്. അപ്പോൾ ലാസ്റ്റിൽ എന്തെങ്കിലും ഫിക്സ് ചെയ്യും, ധൈര്യം ഉണ്ടെങ്കിൽ ഇതിടുമെന്ന് നമുക്ക് പറയാം. ധൈര്യം ഉണ്ടെങ്കിൽ സാർ അതിട്ട് കാണിക്കുക, എന്നാൽ പിന്നെ ഇട്ടിട്ട് തന്നെ. മിക്കതിന് വേർഡ് പ്ലേയുടെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ക്രിറ്റിസിസം വരുമോ എന്നുള്ള പേടിയാണ് എല്ലാവർക്കും. മേ ബി അതായിരിക്കും അതിനുശേഷം പിന്നെ അത്തരം സാധനങ്ങൾ, അതാണ് ഒരു റിസ്ക് ടേക്കിംഗ് എലമെന്റ്. പിന്നെ നമ്മൾ പഴയ ബേറോസ്ഗാർ യോജന എന്നൊക്കെ പറഞ്ഞ് പിന്നെ പഴയ ലെവലിലേക്ക് പോയി. കുറച്ചുകൂടെ അതിൽ ധൈര്യം വേണം. ഞാൻ എന്തോ ഭയങ്കര ധൈര്യശാലിയായിട്ട് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്ന റിസ്ക് ടേക്കിംഗ് നേച്ചർ ഉള്ളവരത് ചെയ്യും, ഇനിയും ചെയ്യും. സാറിൻ്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടപ്പോൾ എനിക്ക് പഴയ കിങ്ങിലെ മമ്മൂട്ടി പറയുന്ന പോലെ ദിസ് ഇസ് നോട്ട് മൈ കളക്ടർഷിപ്പ് എന്ന് പറഞ്ഞ പോലെ എൻ്റെ കളക്ടർഷിപ്പ് ഇതാണെന്ന് തോന്നിയ പോലെ അതിനോട് തന്നെ ചേർത്തൊരു ചോദ്യം ചോദിക്കാം. ഐ തിങ്ക് ക്വിൻറ്റ് ആണെന്ന് തോന്നുന്നു, ക്വിൻറ്റോ ഏതോ മാഗസീനും കോട്ട് ചെയ്ത് ഞാൻ വായിച്ചു കണ്ടിരുന്നു ദാറ്റ് യു ആർ ദ വൺ പേഴ്സൺ ഹു റീഡിഫൈൻ കളക്ടർഷിപ്പ്. അപ്പോൾ അത് ആ ആർട്ടിക്കിൾ അങ്ങനെ എഴുതി ഞാൻ വായിച്ചു. പിന്നെ രസകരമായി തോന്നുമ്പോൾ ഒരു ചോദ്യം കൂടെ കണക്ട് ചെയ്ത് ചോദിക്കാം. ഒരു 2-3 വർഷം മുന്നേ UPSCയിലെ പബാഡിൻ്റെ ഓപ്ഷനിൽ ചോദിച്ച ചോദ്യമാണ് ദ റോൾ ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഹാസ് ചേഞ്ച്ഡ് ഇൻ ദ എറ ഓഫ് ഡിജിറ്റൽ ഗവർണൻസ് ആൻഡ് പാർട്ടിസിപ്പേറ്ററി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ ആ കളക്ടർഷിപ്പ് ഡിഫൈൻ ചെയ്തതിലൊക്കെ ഒരു മാറ്റം ഉണ്ടോ? ഇതെന്താണെന്നറിയോ, ഓരോ ചില സമയത്ത് ചില സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടുന്നതാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയ അത് നമ്മൾ കീനായിട്ട് ഫോളോ ചെയ്യാൻ സ്റ്റഡി ചെയ്യുന്നൊരു സബ്ജക്റ്റാണ്. ഇതിൽ 2017 ഇതിൻ്റെ ഒരു ടിപ്പിംഗ് ടൈമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 17 ശേഷം അങ്ങോട്ടേക്ക് കുത്തൊഴുകാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഹൈപ്പാണ്. ഞാൻ കളക്ടറായിട്ട് ഇരിക്കുന്നത് 15 തൊട്ട് 17 ആ പീരീഡിലാണ്. അതിൻ്റെ ജസ്റ്റ് അറ്റ് ദ കസ്പ് എന്ന് കൈൻഡ് ഓഫ് അതിൻ്റെ ജസ്റ്റ് മുമ്പ് ഒരു 14 തൊട്ട് ഇതിൻ്റെ മണമൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ആരും അത് ഗ്രാസ്പ് ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഞാൻ ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ 15 ഫെബ്രുവരിയിലാണ് കളക്ടറായിട്ട് ചാർജ് എടുക്കുന്ന അന്നേ ദിവസം ഞാൻ നാച്ചുറലി വിചാരിക്കുന്നു ഫേസ്ബുക്ക് പേജൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം പേജിൽ എന്താ സാധാരണ ചെയ്യുക, അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഓഹോ എന്നാൽ പിന്നെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് അപ്പോൾ അന്ന് ജോയിൻ ചെയ്ത് അന്ന് ഉണ്ടാക്കിയ പേജാണ്. അപ്പോൾ വിതിൻ എ ഫ്യൂ മന്ത്സ് ആക്ച്വലി ഇന്ത്യയിലെ ഏറ്റവും ഫോളോവേഴ്സും ഇതൊക്കെ ഉള്ളൊരു പേജൊക്കെ ആയി മാറി. അപ്പോൾ അതിൻ്റെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അത് ഗ്രാസ്പ് ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷേ യു വിൽ നോട്ട് ബിലീവ് അന്ന് ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ കളക്ടർ എന്താ അവിടെ ഫേസ്ബുക്കിൽ കുത്തിക്കളിക്കുന്നു, ദോസ് കൈൻഡ് ഓഫ് ക്രിറ്റിസിസം ഉണ്ടായിരുന്നു. പിന്നെ പലരുടെയും ധാരണ അവിടെ പ്രൊഫൈൽ പിക്ചർ ഉള്ളതുകൊണ്ട് 24 മണിക്കൂർ ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുന്നു എന്നാണ്. അവിടെ ഇല്ല, ഗ്രീൻ ബട്ടൺ അടിച്ച് ഓൺലൈൻ ഇരിക്കുന്നു. അങ്ങനെയാണ് വിചാരിക്കുന്നത്. അങ്ങനെയല്ല, അതവിടെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഒരു പോസ്റ്റ് ഇടാനും എൻ്റെ പബ്ലിക് ഗ്രീവൻസ് ഹാൻഡിൽ ചെയ്യാനൊന്നും നമ്മൾ അത്രയ്ക്കൊന്നും സമയം ആക്ച്വലി വേണ്ട. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അത് ഹൗ യു മാനേജ് ഇറ്റ് എന്നുള്ളതാണ്. ഇത് ഡെലിഗേറ്റ് ചെയ്യാനും പറ്റില്ല. ഞാൻ ഒന്നും വേറെ ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ട് ഒന്നുമില്ല. ഏറ്റവും രസം എന്ന് വെച്ചാൽ അവിടെ വന്ന് ഇതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് നമ്മുടെ ഒപ്പം കൂടിയ പലരും ഇതിൻ്റെ ടെക്നിക്സും ഇതൊക്കെ പഠിച്ച് അവർ പിന്നീട് കുറേ വോളണ്ടിയേഴ്സ് സ്വന്തമായിട്ട് സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന മാനേജേഴ്സൊക്കെ ആയി മാറി. അവരൊക്കെ പറയും ഞങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അതുവരെ ഞാൻ പിന്നീട് കേട്ടിട്ടില്ല. കാരണം ആണോ എന്ന് ചോദിച്ചാൽ ആർക്കും ആക്സസ് ഇല്ലായിരുന്നു ആക്ച്വലി പാസ്വേഡ് ഇത് കാരണം കൊടുക്കാനും പറ്റില്ല. കളക്ടറുടെ പേജ് എന്ന് പറഞ്ഞാൽ അത് എൻ്റെ ക്യാരക്ടർ, എൻ്റെ ഭാഷ, എൻ്റെ ഇത് അതിനകത്ത് ഉണ്ടാവണം എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സോ അത് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമില്ല. എന്ന് മാത്രമല്ല അത് ഡൈനമിക് ആയിരിക്കണം. അല്ലാതെ ഇപ്പം നോക്കൂ, പലരും പേജൊക്കെ ഉണ്ട്, പക്ഷേ PRD റിലീസ് കൊടുക്കുന്ന പോലെ അവിടെ പോയി അങ്ങോട്ടേക്ക് പറയാണ് എന്നാൽ പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ പോയി പ്രഭാഷണം നടത്തിയാൽ പോരാ. വൺ വേ ആണ്. സോഷ്യൽ മീഡിയ ഇസ് ഇൻട്രാക്റ്റീവ് തിങ്. അവിടെ ഡൈനമിക് ആയിട്ടുള്ള ചോദിക്കുന്നതിനും പറയുന്നതിനും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. എന്ന് മാത്രമല്ല അവിടെ തമാശ പറയാനല്ല നമ്മൾ പോകുന്നത്. ഈ തമാശകളാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നതെങ്കിലും കാര്യം നടക്കണം. ഒന്നാമത് എൻ്റെ പടം, എൻ്റെ ഫിഗർ നെഹി, അവിടെ ഇറ്റ് വാസ് എ സ്ട്രിക്ട് പോളിസി. എൻ്റെ ഒറ്റ ഫോട്ടോ ഒറ്റ സാധനവും അവിടെ എടുത്തില്ലായിരുന്നു. DP-യിൽ കിടക്കുന്നല്ലാതെ കളക്ടർ ഉദ്ഘാടനം ചെയ്തു അങ്ങനത്തെ ഒരു പരിപാടി നിങ്ങൾ കണ്ടു കാണില്ല. കളക്ടർ കോഴിക്കോട് പേജ് എടുത്ത് ആ കാലഘട്ടം നോക്കുകയാണെങ്കിലും നമ്മൾ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങളിടും, ജനങ്ങളിൽ നിന്ന് അറിയേണ്ട കാര്യങ്ങൾ ചോദിച്ച് എടുക്കുകയും ചെയ്ത് സജഷൻസ് എടുക്കുമായിരുന്നു. ഏതാണ്ട് എല്ലാ ദിവസവും എന്തെങ്കിലും സജഷൻസോ ഇൻപുട്സോ എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു.
ഐഡിയാസ് എടുക്കുമായിരുന്നു. ഐഡിയ എന്തെങ്കിലും ആരെങ്കിലും പിച്ച് ചെയ്താൽ അത് ഒന്നുകൂടെ റിഫൈൻ ചെയ്യാൻ വേണ്ടി ഇടുമായിരുന്നു. അപ്പോൾ ദിസ് യൂസ് ടു ഗോ ഓൺ. ആൻഡ് പബ്ലിക് ഗ്രീവൻസ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഞങ്ങളുടെ മെസ്സഞ്ചറിനകത്ത് വരുന്ന എല്ലാം എനിക്ക് ഞാൻ മീറ്റിങ്ങിൻ്റെ ഇടയിലൊക്കെ വേറെ എന്താ പണി, നമ്മളിത് ആ കമൻസോ അല്ലെങ്കിൽ പബ്ലിക് ഗ്രീവൻസ് ആയിട്ട് വരുന്ന കാര്യങ്ങളും എടുത്തിട്ട് അപ്പോൾ തന്നെ കോപ്പി പേസ്റ്റ് എടുത്ത് അപ്പുറത്തോട്ട് അടിക്കുക. ഇതിനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവിടെ ഇടുന്നു, അവിടെ നിന്ന് ഫോളോ അപ്പ് ചെയ്യും. ഞാൻ പറയുന്നത് ആസ് എ സിറ്റിസൺ എനിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചിട്ട് എൻ്റെ പ്രശ്നം തീരുന്നതാണ്. അല്ലാതെ എന്തിനാണ് ഫയൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഒരു അപേക്ഷയൊക്കെ എഴുതി കളക്ടർ കാണാൻ വേണ്ടി ഒരു ദിവസം മെനക്കെട്ട് എന്നിട്ട് എന്താ ഒരു അന്ന് തുടങ്ങിയ പീരീഡിലും ഏറ്റവും രസകരമായിട്ടുള്ള എനിക്ക് ഓർമ്മയുള്ളൊരു സീനുണ്ട്. ഒരു 11 മണി തൊട്ടാണ് പബ്ലിക് ഇവരെ കാണുന്നത്. അപ്പോൾ ഒരു 12 ആകുമ്പോഴേക്ക് ആൾക്കാർ ഓരോരുത്തരും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ഒരാൾ വന്നിട്ട് ഇത് ഇങ്ങനെ ഒരു പരാതി ഇതാണ്, ഇത് ഞാൻ മെനിഞ്ഞാന്ന് ഫേസ്ബുക്കിൽ ഇതായിട്ട് അയച്ചിരുന്നു, പക്ഷെ അത് നടക്കില്ല എന്നറിയാം, ഇത് യഥാർത്ഥ പരാതി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് കണ്ട എനിക്ക് ഓർമ്മയുണ്ട്. പാസ് ഓൺ ചെയ്തിട്ട് ഞാൻ ഇതിൽ തീരുമാനമാക്കാനും പറഞ്ഞ് മെസ്സേജ് ഫോർവേഡ് ചെയ്തൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം ഞാൻ പോയി എടുത്ത് ചോദിക്കുന്നുണ്ട്, നിഷ ഇത് എന്തായി? അപ്പം നിഷ ചെക്ക് ചെയ്തിട്ട് അത് കഴിഞ്ഞു, അത് സോൾവ് ആയിട്ടുണ്ടെന്നാണ്. അപ്പം ഞാൻ ഇത് അതുപോലെ തിരിച്ചു കൊടുത്തിട്ട് ഇത് നിങ്ങൾ അയച്ചതല്ലേ, അതിൽ സോൾവായി കഴിഞ്ഞിട്ടുണ്ട്, പ്രശ്നം തീർന്നിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അതിപ്പോൾ നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ വരും എന്നും പറഞ്ഞ് വിടുകയാണ്. അപ്പോൾ ഹീ ഷോക്ക്ഡ്. ഈ ഷോക്കാണ് നമുക്ക് തരുന്ന ഹൈ. എക്സാക്ട്ലി. നമുക്ക് കിട്ടുന്ന ത്രില്ല് എന്ന് പറഞ്ഞാൽ അതാണ്. ഒരു സിറ്റിസൺ ആഗ്രഹിക്കുന്ന സംഭവം നമ്മൾ ചെയ്തു കൊടുത്തിട്ട് യു മേക്ക് ഹിം ഹാപ്പി. അതല്ലേ നമ്മുടെ പണി. ദാറ്റ്സ് എ ഗുഡ്. സോഷ്യൽ മീഡിയ പറഞ്ഞുകൊണ്ട് തന്നെ ഐ ടേക്ക് അനദർ ക്വസ്റ്റൻ ദാറ്റ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആസ് എ ടൂൾ ഓഫ് ഗവേണൻസ് എന്നൊക്കെ നമ്മൾ ആക്ച്വലി പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. എസ് ഒക്കെ എഴുതി ആൻസർ ഒക്കെ എഴുതാൻ പറയുമ്പോൾ യു ഹാവ് പ്രൂവ്ഡ് ഇറ്റ് ആസ് എ ലിവിങ് മോഡൽ. അപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ വികാരം സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ നമുക്കൊരു അനീതി കണ്ട എതിർക്കണം എന്നൊക്കെ നമുക്ക് ഇപ്പോൾ പൊതുവേ മാപ്പ് ചോദിക്കുമ്പോൾ കുന്നംകുളത്തിൻ്റെ മാപ്പ് കാണിച്ച ആളാണ്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പം എവിടെയോ സാധാരണക്കാരന് നമുക്ക് തോന്നും ഇതിനോടൊക്കെ നമുക്ക് ഇങ്ങനെ തന്നെ പ്രതികരിക്കണം എന്ന് തോന്നും. പക്ഷെ ഒരു റെസ്പോൺസിബിൾ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ ക്രിറ്റിസിസംസും വരും. കളക്ടർ അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ ഇങ്ങനെയാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന് പറയുമ്പോഴല്ലേ നമ്മളിതിൻ്റെ ഹൈ, നേരത്തെ സാറ് പറഞ്ഞ പോലെ നമുക്ക് പൊതുജനത്തിന് ഇത് കാണുമ്പോൾ ഒരു ഹൈ ആണ്, പ്രതികരിക്കേണ്ട അടുത്ത് പ്രതികരിച്ചു. പക്ഷെ ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ഒരു മറുവശമുണ്ട്. ഇതിന്ന് വരുന്ന ത്രെറ്റുകളുണ്ട്, ഇതിന്ന് വരുന്ന മറ്റ് സംഭവങ്ങളുണ്ട്, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ ഒക്കെ എഫക്റ്റ് ചെയ്യും, പേടിപ്പിച്ച് കളയും എന്നൊക്കെ. ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇത് പബ്ലിക് കാണുന്നില്ല, ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യുന്നതാണ്. അത്തരം സംഭവങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായി വരുമ്പോൾ എങ്ങനെ കോപ്പപ്പ് ചെയ്യുന്നു? ആക്ച്വലി വരാറുണ്ടോ അങ്ങനെയൊക്കെ? കുറേ നമ്മളെ മനസ്സിലാക്കിയിട്ട് തോന്നുന്നു നമ്മളെ ചുറ്റും എല്ലാവരും നമ്മളെപ്പോലെ ചിന്തിക്കുന്നവരൊന്നും അല്ലല്ലോ. വി ജസ്റ്റ് ആക്സെപ്റ്റ് ഇറ്റ്. രസികന്മാരാണ് ബഹുഭൂരിപക്ഷം. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ ചളിയോ ഹ്യൂമറൊക്കെ അടിച്ച് പോകുമ്പം അത് മനസ്സിലാക്കുന്ന ഒരു കൂട്ടരുണ്ട്. മറ്റൊരു നല്ലൊരു വിഭാഗം പേരുണ്ട്, അവർ വിചാരിക്കുന്നത് അവർ മസിൽ പിടിക്കും, നിങ്ങളും മസിൽ പിടിക്കണം, നിങ്ങൾ എന്ത് സംസാരിക്കണമെന്നും ഞാൻ തീരുമാനിക്കും. അങ്ങനെയുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ നിയമം അനുവദിക്കുന്ന എന്തും സത്യത്തിൽ സംസാരിക്കാം. ഇപ്പോൾ ആർട്ടിക്കിൾ 19(1) പ്രകാരം എനിക്ക് കിട്ടിയിട്ടുള്ള അവകാശം ഞാൻ വിനിയോഗിക്കും, ഞാൻ വിനിയോഗിക്കുന്നത് തകർത്ത് വിനിയോഗിക്കും. അതിൽ ആരും വന്ന് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അഭിപ്രായം പറയാൻ വേണമെങ്കിൽ, പക്ഷേ എന്നെ നിയന്ത്രിക്കാമെന്ന് നോക്കണ്ട. ഇപ്പോൾ യു ഹാവ് യുവർ റൈറ്റ്, വൈ കാണ്ട് യു എക്സസൈസ് ഇറ്റ്? ഇപ്പോൾ ഇൻഫാക്ട് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്ത് ഫ്രീഡം ടു ഒഫൻഡ് ഉണ്ട്. അല്ലാതെ നിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടി പറയാൻ വേണ്ടിയാണ് എനിക്ക് അവകാശം തന്നതെന്ന് വിചാരിക്കരുത്. എനിക്ക് നിങ്ങളെ ഒഫൻഡ് ചെയ്യാനും കൂടെ ഉള്ള അവകാശമുണ്ട്. ഇത് ബേസിക്കാണ്. ഇതുപോലും മനസ്സിലാവാത്ത ആൾക്കാർ ആണ് ബഹുഭൂരിപക്ഷം എന്നുള്ളതാണ് അൺഫോർച്ചുനേറ്റ് ട്രാജഡി. പിന്നെ ഈ രസികന്മാരുടെ കാര്യം പറയാതെ വയ്യ. കാരണം ഹ്യൂമർ സെൻസ് ഒരു വലിയ കാര്യമാണ്. മലയാളികൾക്ക് പൊതുവേ ഹ്യൂമർ സെൻസ് ഉണ്ട്. സെൽഫ് ഡെപ്രിക്കേറ്റിംഗ്, സ്വയം പരിഹസിച്ചും തമാശയാക്കിയും ഒക്കെ തന്നെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു കൂട്ടരാണ് പൊതുവേ മലയാളികൾ. പക്ഷേ ചില പഴയ കാഴ്ചപ്പാടുകളുണ്ട്. ഒരു രാജാവ്, രാജഭക്തി, ഇതിലൊക്കെ അധിഷ്ഠിതമായിട്ടുള്ള തോട്ട് പ്രോസസ്സ് ഇന്നും കൊണ്ട് നടക്കുന്നവരുണ്ട്. അപ്പം രാജാവിൻ്റെ പ്രതിപുരുഷനാണ് ആര്? ഉദ്യോഗസ്ഥൻ. പപ്പനാവൻ്റെ ചക്രം വാങ്ങുന്ന ആളെന്ന് പറയും. അപ്പം അധികാരി അല്ലേ, വില്ലേജ് ഓഫീസറെ, പഴയ അധികാരി, ഇതൊക്കെ ഒരു ബിംബങ്ങളാണ്. ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണെന്നറിയാം? ഓൺലി മസിൽ പിടുത്തം. ഇവർ ചിരിക്കാൻ പാടില്ല, ഇവർ ഒരു സ്നേഹത്തോടെ സംസാരിക്കാൻ പാടില്ല, തമാശ പറയാൻ പാടില്ല, എല്ലാം ഇവർ എക്സ്പെക്റ്റഡ്. ഇപ്പോൾ കളക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ കളക്ടർഷിപ്പ് ജോയിൻ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഒരു ക്ലീഷേ ബിംബം എന്ന് പറഞ്ഞാൽ
വളരെ തിരക്ക് അഭിനയിക്കണം. ഇല്ലെങ്കിലും തിരക്കാണെന്ന് കാണിക്കും. ഭയങ്കര തിരക്കായിരിക്കും. ഓടിച്ചാടി ഇങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഓടി അകത്തോട്ട് പോകും. ഇത് ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഇത് ഇത്രയും സ്പീഡ് പോകുന്നുണ്ടെങ്കിൽ അത് മൂത്രമൊഴിക്കാൻ മുട്ടിയിട്ടായിരിക്കും, അല്ലാതെ വേറെ ഒരു കാരണവും എനിക്ക് തോന്നുന്നു. ഇത്രയും സ്പീഡ് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം പോയ ഉടനെ അവിടെ എന്ത് നടക്കാനാണ്? നമ്മൾ ഈ പറയുന്ന പോലെ ഭയങ്കര തിരക്കൊന്നും ഒരു കലക്ടർക്കും ഇല്ല, സത്യമായിട്ടും ഇല്ല. ഞാൻ കലക്ടറുടെ കംപ്ലീറ്റ് ഫയൽ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ഫയൽ വർക്കാണ്, അതും മറന്നു പോകരുത്. ഉദ്ഘാടനമോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് പോയി പ്രസംഗിക്കലോ പാട്ട് പാടലോ ഡാൻസ് കളിക്കലോ ഒന്നുമല്ല നമ്മുടെ ജോലി. നമ്മുടെ ജോലി ആക്ച്വലി ഫയലിൽ അഭിപ്രായം എഴുതലാണ്, അതാണ് നമ്മുടെ ജോലി. പിന്നെ മീറ്റിങ്ങുകളോട് കോർഡിനേറ്റ് ചെയ്യുന്നത് എന്തിനാണ്? ഫയലിലുള്ള പണി നടത്താനാണ്, വിയോജിപ്പുകൾ തീർത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടി മറ്റുമൊക്കെയാണ്. ഈ റൈറ്റ് ഓൺ ഫയൽ അത് ചെയ്യാൻ യഥാർത്ഥത്തിൽ കലക്ടറുടെ ഫയൽസ് മൊത്തം ഡിസ്പോസ് ചെയ്യാനൊക്കെ 1.5 മണിക്കൂറിലപ്പുറം ഒന്നും ഒരു ദിവസം വേണ്ട. ഇത് പറഞ്ഞാൽ ആൾക്കാർ വിചാരിക്കാൻ അത്രേ ഉള്ളൂ എന്ന്. ആക്ച്വലി അത്രേ ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് ഇത് 1.5 മണിക്കൂർ മതിയാവാത്തതെന്ന് കേൾക്കുന്നവർ ചിലരെങ്കിലും വിചാരിക്കും എക്സാജറേറ്റഡ് ആണെന്നാണെന്നില്ല, ഇത്രയൊക്കെ ഉള്ളൂ പണി ചിലപ്പോൾ വിചാരിക്കും അല്ലേ. അതാണ് ഞാൻ പറഞ്ഞ 1.5 മണിക്കൂർ മതിയാവണം എന്നുണ്ടെങ്കിൽ യു നീഡ് ടു വർക്ക് സ്മാർട്ട്. നിങ്ങളുടെ കീഴിൽ ഒരു പടയുണ്ട്, ആ പടയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ അറിയണം. ഡെപ്യൂട്ടി കളക്ടർമാർ ഇഷ്ടം പോലെ ഉണ്ട്, ഇവർക്ക് ഓരോരുത്തർക്കും വീതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇവർ വെറുതെ ഷൂ വരച്ചിട്ടാണ് ഫയൽ തരുന്നതെങ്കിൽ നിങ്ങൾ പെടും. നിങ്ങൾ അവരെ കൊണ്ട് പ്രിപ്പറേറ്ററി മീറ്റിംഗ്സ് എടുപ്പിക്കാൻ അറിയണം. പ്രിപ്പറേറ്ററി മീറ്റിംഗ്സ് എടുപ്പിക്കാനും ഡിസിഷൻസിലേക്ക് സാധനങ്ങൾ കൊണ്ടെത്തിച്ചിട്ട് വേണം നിങ്ങൾ എൻ്റർ ആവാൻ. മീറ്റിങ്ങുകൾ ഇപ്പോൾ ഓരോ മീറ്റിംഗ് ഇങ്ങനെ എടുത്തു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എത്രയോ പേര് സമയം എത്ര വേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയാം, സീനിയർ ഓഫീസേഴ്സ് ഉൾപ്പെടെ. ഞാൻ അങ്ങനെ കുറ്റമായിട്ട് പറയില്ല, ബട്ട് ദാറ്റ് ഈസ് ദെയർ സ്റ്റൈൽ. ഇപ്പോൾ ഒരു രാവിലെ തുടങ്ങുന്ന മീറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചിലർ കീഴുദ്യോഗസ്ഥർക്ക് കുടുംബം ഉണ്ടെന്നോ മറ്റൊന്നും ഒരു കൺസിഡറേഷനും ഇല്ലാതെ നട്ടപ്പായരേക്ക് 9 മണി 10 മണി വരെയൊക്കെ മീറ്റിംഗ്. യു വിൽ നോട്ട് ബിലീവ്, ആക്ച്വലി നടക്കുന്ന കാര്യമാണ്. 10 മണി വരെയൊക്കെ മീറ്റിംഗ് നടത്തും, എന്നിട്ട് ഇങ്ങനെ ഒറ്റയാൻ പ്രഭാഷണം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അവരുടെ പറഞ്ഞാൽ ചിലപ്പോൾ വീട്ടിലാരും അല്ലെങ്കിൽ ആരും കേൾക്കാനില്ലായിരിക്കും, അവരുടെ ദണ്ഡം തീർക്കാൻ വേണ്ടി, ഈ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി മറ്റുദ്യോഗസ്ഥർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ആക്ച്വലി ഡിസിഷനും ഒന്നും കാണില്ല, കോൾ ടു ആക്ഷൻ ഒന്നുമില്ല. ശരിക്കും എഫക്റ്റീവായിട്ടൊരു മീറ്റിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റിൽ കൂടുതൽ പോകുന്നുണ്ടെങ്കിൽ ആ മീറ്റിംഗ് എഫക്റ്റീവ് അല്ല എന്നാണ് എൻ്റെ അർത്ഥം. ഡിസിഷൻ നടക്കില്ല അതിനകത്ത്. ആ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ടു അറൈവ് അറ്റ് എ ഡിസിഷൻ. അതിന് പ്രിപ്പറേറ്ററി മീറ്റിംഗ് നടത്തിയിട്ട് വേണം വരാൻ. അങ്ങനെയാണെങ്കിൽ ടക്ക് എന്ന് പറഞ്ഞ് തീരുമാനങ്ങൾ എടുക്കും. പ്രിപ്പറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫയലും ആവാം, എങ്ങനെയാവാം. നമ്മൾ ഡെപ്യൂട്ടി കളക്ടേഴ്സിന് ഡെലിഗേഷൻ കൊടുത്തിട്ട് അവരെ കൊണ്ട് പ്രിപ്പറേറ്ററി മീറ്റിംഗ് നടത്തിയിട്ട് ഞങ്ങൾക്ക് ഒരേ സമയത്ത് 3-4 മീറ്റിംഗ് നടത്തുമായിരുന്നു. ചേംബറിൽ ഒരെണ്ണം ഉണ്ടാവും, ഹാളിൽ ഒരെണ്ണം ഉണ്ടാവുമായിരിക്കും, എൻ്റെ റൂമിനകത്ത് ഒരെണ്ണം ഉണ്ടാവും, ഇന്നർ ചേംബറിലുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഈ മീറ്റിംഗ്സ് ഓരോരുത്ത് നടക്കുന്ന സമയത്ത് ഡിസിഷൻ മേക്കിംഗ് ലെവൽ എത്തുമ്പോഴേ എനിക്ക് വിളി വരും. ഞാൻ അന്നേരം അവിടെ ചെന്ന് കയറിയും അതിനകത്തുള്ള ബ്രീഫ് ഇമ്മീഡിയറ്റ്ലി ബ്രീഫ് എടുക്കും. അവർക്ക് അറിയാത്ത എന്തെങ്കിലും അഡീഷണൽ പോയിന്റ് ചിലപ്പോൾ എൻ്റെ കയ്യിൽ കാണുകയും ചെയ്യും. കാരണം അവിടെ തന്നെ നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയതുകൊണ്ട് ഡയറക്റ്റ് ഇൻഫർമേഷൻ പബ്ലിക്കിൽ നിന്നും അവിടെ നിന്നൊക്കെ കിട്ടിയത് കാണും. അത് വെച്ചിട്ട് അവിടെ വിൽ ജസ്റ്റ് ക്ലോസ് ദ മീറ്റിംഗ് ആൻഡ് മൂവ് ഓൺ. അപ്പോൾ അപ്പുറത്തെ മീറ്റിംഗ് ആയിട്ടുണ്ടാവും, അവിടെ പോകും. അല്ലെങ്കിൽ ഇതിപ്പോൾ വൺ ആഫ്റ്റർ ദ അതർ എടുക്കുകയാണെങ്കിൽ ഒരു 2-3 ദിവസം എടുക്കുന്ന പരിപാടിയായിരിക്കും തീർക്കുന്നത്. അതേസമയം രാവിലെ തൊട്ട് മീറ്റിംഗ് തുടങ്ങി ഇങ്ങനെ കഥ പറച്ചിലൊക്കെ കേട്ട് ഇങ്ങനെ ഒരു പണിയില്ലാത്തവനെ അത് ചെയ്യുള്ളൂ. ഇത്രയും മീറ്റിംഗ് നീട്ടിക്കൊണ്ട് ഇത് എന്നിട്ട് നമ്മൾ ഓടിച്ചാടി റൂമിൽ പോവുകയും ചെയ്ത് എനിക്കതിൻ്റെ ലോജിക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരിക്ക് ഫയൽ വർക്ക് ടേക്സ് ഓൺലി 1.5 hours. ഈ ബാക്കി സമയം നമുക്കിതൊക്കെ ഇങ്ങനെ കുറച്ച് എഫിഷ്യൻ്റായിട്ട് വർക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സമയമുണ്ടല്ലോ, അത് ശരിക്കും പബ്ലിക് ഇൻട്രാക്ഷൻ ഉപയോഗിക്കണം. പബ്ലിക് ഓഫീസ് ആണെങ്കിൽ നിങ്ങളിപ്പോൾ കളക്ടർ പോലുള്ള ഫീൽഡിലിരിക്കുന്നവരാണെങ്കിൽ കൂടുതൽ സമയം ജനങ്ങൾ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സാധിക്കണം. അതുപോലെ നമ്മുടെ ജൂറിസ്ഡിക്ഷനിലുള്ള ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ ചിൽഡ്രൻസ് ഹോം ഇങ്ങനെ അവിടെയൊക്കെ നിങ്ങൾ ഡയറക്റ്റ് വിസിറ്റ് ചെയ്തെങ്കിലേ അവിടെ എന്തെങ്കിലും നടക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് കൊണ്ട് ഇമ്പാക്റ്റ് ഉണ്ടാവുന്ന സ്ഥലങ്ങൾ ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഫിസിക്കൽ പ്രസൻസ് കൂടുതൽ കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യേണ്ടി വരും. അപ്പോൾ പ്രയോറിറ്റൈസ് ചെയ്യണം. അൾട്ടിമേറ്റ്ലി ഇതാണ് പെർഫെക്റ്റ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷേ ദിസ് ഈസ് ഹൗ ഐ യൂസ് ടു ഡു. ഇതിന് ഐ എം വെരി ഹാപ്പി ദ വേ ഇങ്ങനെ ചെയ്യുന്നതാണ് ശരിയെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉണ്ട്. അതിലിപ്പം എന്താ പറയുക, വിയോജിപ്പ് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ പെട്ടെന്ന് ക്വിക്ലി ഗവേണൻസ് നിന്ന് മാറി നേരെ സിനിമയിലേക്കൊന്ന്. ഞാൻ ആക്ച്വലി സോ യുവർ മൂവി ടൈറ്റിൽ, ഇടയ്ക്കൊരു സബാറ്റിക്കൽ എടുത്തൊക്കെ വായിച്ചിട്ട് ദൈവകണം. അപ്പോൾ അതും ഫേമസ് ഒരു, ഇപ്പം എനിക്കൊന്ന് ക്വിൻറ്റ് എഴുതിയിരുന്നൊരു ഇതാണ് കളക്ടർ അറ്റ് കാൻസ് എന്ന് പറയുന്ന ഒരു സാധനം
ഫിലിം ഫെസ്റ്റിവലിനൊക്കെ പോയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ദൈവഗണം അതിന്റെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ ഇത് പറയും ചെയ്തു, അഞ്ജലി മേനോൻ എങ്ങാണ്ട് പറഞ്ഞു ഇത് യൂട്യൂബിൽ ഇടരുത്, അങ്ങനെ ഇത് എന്റെ ഡിപ്ലോമ പോലത്തെ സാധനമാണ്, ഞാൻ ആൾക്കാരെ കാണിക്കാൻ വേണ്ടി പടം എടുത്ത് പഠിച്ചതാണ് എന്നൊരു സംഭവം ഞാൻ വായിച്ചു. ദൈവഗണം അതിനെ കുറിച്ചിട്ട് അതിന്റെ വീഡിയോ കാണാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി. അതിന്റെ ട്രെയിലർ കണ്ടു. അതിന്റെ പാസ്റ്റ് സമയം ഫ്രീസ് ചെയ്ത് ബാക്കിലേക്ക് പോകുന്ന, ഈവൻ ആ ദൈവഗണം എന്ന് എഴുതിയ ടൈറ്റിൽ ഫോണ്ട് വരെ ഭയങ്കര രസമായിട്ടുണ്ട്. അപ്പോൾ ഒരു ഡയറക്ടർ എന്ന രീതിയിൽ അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ആക്ച്വലി അത് കാനിൽ സ്ക്രീൻ ചെയ്തു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. കാരണം കാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ മെക്ക ഓഫ് ഫിലിംസ് അല്ല. അപ്പോൾ ഫെസ്റ്റിവൽ കാണാൻ പറ്റുന്ന, അതിൻ്റെ ഭാഗമാകാൻ പറ്റുന്ന തന്നെ ഒരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിപ്പോൾ പറഞ്ഞോട്ട് കളക്ടർഷിപ്പ് കഴിഞ്ഞ ഒരു സബാറ്റിക്കൽ എടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്തത്. ആ ഒരു ഷോർട്ട് ഫിലിം ശരിക്കും 2 ദിവസത്തിൽ ഷൂട്ട് ചെയ്തതാണ്. 2 ദിവസം. അപ്പോൾ അത് പർപ്പസ്ഫുള്ളി നമ്മളൊന്ന് ടൈറ്റാക്കി നമ്മൾ ഒരു ഫീച്ചർ ചെയ്യാനുള്ള പദ്ധതി ഉണ്ടായിരുന്നു. 15 മിനിറ്റ് ആയിരുന്നു അല്ലേ? 17 മിനിറ്റ്. ഇതിനകത്ത് എല്ലാം എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ എല്ലാം അതിനകത്ത് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ ടെക്നിക്കലി ട്രൈ ഔട്ട് ചെയ്യേണ്ടതെല്ലാം. സിങ് സൗണ്ടാണ്, അതേസമയം കുറച്ച് ഭാഗം ഡബിങ് യൂസ് ചെയ്തിട്ടുണ്ട്, നൈറ്റ് ഷൂട്ട് ഉണ്ട്, ഡേ ഉണ്ട്, ചെറിയ CG ഉണ്ട്, ഡ്രോൺ ഉണ്ട്. എന്തൊക്കെയാണോ ഒരു ഫിലിം മേക്കർ ചെയ്യേണ്ടത്. അതേസമയം ഷെഡ്യൂളിങ് വാസ് സോ ടൈറ്റ്. ഈ 2 ഡേയ്സിനുള്ളിൽ എല്ലാം തീർക്കണം. എനിക്ക് ചെറിയൊരു മഴയുടെ ഒരു ഇത് കിട്ടാനുണ്ട്. ഇങ്ങനെയൊക്കെ നൈറ്റിൽ അത് കുറച്ച് ഡിഫിക്കൽട്ടും ആയിരുന്നു. ആക്ച്വലി നമ്മൾ വിചാരിക്കാതെ ഒരു 2-3 മണിക്കൂർ മഴ പെയ്തു രാത്രി. അപ്പോൾ നമ്മുടെ ഒരു തെയ്യത്തിൻ്റെ സീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് സാധാരണ നടക്കുമ്പോൾ ഉണ്ടാവുന്ന ചലഞ്ചസും എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഒരു പ്രോഡക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഐ നീഡ് ടു സ്ട്രെച്ച് മൈ സെൽഫ് ആൻഡ് ലേൺ. പഠിക്കുന്നതല്ലേ. അപ്പോൾ എന്നിട്ട് വേണം പ്രോപ്പർ ഇതിലേക്ക് പോകാൻ എന്നുള്ളതായിരുന്നു. ചെയ്യാൻ ഉദ്ദേശിച്ച ആ മൂവി പക്ഷേ നടന്നില്ല. അതെന്ന് വെച്ചാൽ ശേഷം വരാനുള്ള ഒറിജിനൽ. അതെ 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 അതായത് ഒടിയന് ശേഷം ഇതെന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. പണി പഠിക്കാൻ എടുത്ത സിനിമ ഇത് ചെയ്തു, അത് കാനിലെത്തിച്ചു, അതിന് അപ്രീസിയേഷനൊക്കെ കിട്ടി. മെയിൻ അത് അൺഫോർച്ചുനേറ്റ്ലി കാരണം എന്താ വെച്ചാൽ 18 ഫ്ലഡ് വന്നല്ലോ. അപ്പോൾ ഫ്ലഡ് വന്നപ്പം എല്ലാവരുടെയും ഡേറ്റുകളെല്ലാം തെറ്റി. നെടുമുടി വേണു ചേട്ടനായിരുന്നു ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച പടത്തിലെ ക്യാരക്ടർ, മെയിൻ ക്യാരക്ടർ. അത് ഒരു വിരമിച്ച ഇന്ത്യൻ പ്രസിഡന്റിന്റെ ക്യാരക്ടറായിരുന്നു. പക്ഷേ അത് എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഇനിയും നോക്കട്ടെ, അതുപോലെ ഒരു ക്യാരക്ടർ കിട്ടണം. വേണുചേട്ടൻ വാസ് സൂപ്പർ. അദ്ദേഹം സ്ക്രിപ്റ്റ് വായിച്ചിട്ട് അദ്ദേഹം കുറേ സജഷൻസും ഒക്കെ പറഞ്ഞിരുന്നു. ക്യാമറ ചെയ്യാനുണ്ടായിരുന്നത് MG രാധാകൃഷ്ണൻ ചേട്ടനായിരുന്നു. അദ്ദേഹവും മരിച്ചു. ഈ 2 പേരും മരിച്ചു. അപ്പോൾ അതും ഒരു കാരണമായി. ഒന്നാ ഡേറ്റ് കാരണം എല്ലാം ഷിഫ്റ്റായി. അപ്പോൾ എൻ്റെ ലീവും ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് സർവീസിൽ ജോയിൻ ചെയ്ത് പിന്നെ ചെയ്യാൻ ചേട്ടാന്ന് പറഞ്ഞ് നമ്മളന്ന് ഷെൽവ് ചെയ്തതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പിന്നെ വേണുചേട്ടൻ പോയി, MG രാധാകൃഷ്ണൻ ചേട്ടനും പോയി. അത് പിന്നെ നമുക്ക് പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കാനൊരു മൈൻഡ് സെറ്റിലോട്ട് ഞാൻ വന്നിട്ടില്ല. മേ ബി വിൽ ഡു ഇറ്റ് സം ഡേ. ബിക്കോസ് സ്ക്രിപ്റ്റ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. വായിച്ചവരും ഒക്കെ രസകരമായിട്ട് ഉള്ളൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവിലുള്ളൊരു സംഭവമാണ്. നമ്മൾ വിചാരിക്കും വലിയ പദവികളിലും വലിയ പൊസിഷനിലൊക്കെ ഇരുന്ന ആൾക്കാരുടെ ഒരു ലൈഫിനെ കുറിച്ചുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട് വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം റിയാലിറ്റി. ജീരിയാട്രിക് ഇഷ്യൂസും ഇതുമൊക്കെ എല്ലാവർക്കും ഉണ്ട്. അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം മനുഷ്യരാണ്. അപ്പോൾ മനുഷ്യൻ്റെ മജ്ജയും മാംസവും രക്തവുമായിട്ട് മാത്രം നിൽക്കുന്ന അവസ്ഥയിലുള്ള അതുപോലെ ജീരിയാട്രിക് ആയിട്ടുള്ള അവസ്ഥയിലുണ്ടാകുന്ന സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂസ്, ഇതെല്ലാം ഫാമിലിക്ക് അകത്തുണ്ടാവുന്ന ഇഷ്യൂസും. സോ ഈ ഒരു പെർസ്പെക്റ്റീവിലുള്ളൊരു സ്റ്റോറി ആണത്. സോ മേ ബി ഇതിനോട് ചേർത്തിട്ട് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ ഉപമന്യു ചാറ്റർജി, ഇപ്പോൾ സിവിൽ സർവീസുകാർ സിനിമയായിട്ടോ കലയായിട്ടോ ഒക്കെ ബന്ധപ്പെട്ട ഒരുപാട് ഓഫീസേഴ്സ് ഉണ്ട്. നമ്മൾ അറിയുന്ന ഒത്തിരി മെയിൻ സ്ട്രീമിൽ. ഇപ്പോൾ ഉപമന്യു ചാറ്റർജി, അതേപോലെ വികാസ് സ്വരൂപ് സ്ലം ഡോഗ് മില്യനെയറിന്റെ, നമ്മുടെ മലയാറ്റൂർ അല്ലെങ്കിൽ ജയകുമാർ സാറൊക്കെ കവിത പാട്ട് എഴുതുന്നു ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളെല്ലാം ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ക്രിയേറ്റീവ് ബഞ്ച് ഓഫ് പീപ്പിളാണ് ഓഫീസേഴ്സായിട്ടും IAS ആയിട്ടും ഒക്കെ ഇരിക്കുന്നത്. അപ്പോൾ സിസ്റ്റത്തിന് ശരിക്കും ഇത്രയും ക്രിയേറ്റിവിറ്റി ഒക്കെ താങ്ങാൻ പറ്റുമോ? അത് ഒരു കാര്യം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് സന്തോഷം കിട്ടാൻ ചെറിയ ഹൈ മതി. ഇപ്പൊ ചിലപ്പോൾ നല്ലൊരു പേരിടുമ്പോഴായിരിക്കും ഒരു ഇറ്റ്സ് ആൻ ഓസം തിങ്. ക്രിയേറ്റീവ് ആൾക്കാർക്ക് ഫയലിൽ നല്ല നോട്ട് എഴുതിയ ചില സന്തോഷം കിട്ടാറുണ്ട്. ചില എനിക്ക് ഓർമ്മയുണ്ട്, ചില അത് പറയുന്നില്ല, ഡീറ്റെയിൽ പറയുന്നില്ല, ആളുടെ പേര് പറയുന്ന മോശമാണ്. പക്ഷെ ഒരു പേയ്മെന്റ് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഫയലിൽ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. അത് ഞാൻ തന്നെ അവസാനം അതിൻ്റെ പടം എടുത്ത് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് സൂക്ഷിച്ചു വെച്ചു. കാരണം ഒരു നമുക്ക് അൺപബ്ലിഷ്ഡ് എന്നൊക്കെ പറയില്ലേ, ആ നോട്ട് ഒരു രസമുള്ള നോട്ടായിട്ട് എനിക്ക് തന്നെ തോന്നി. ഇറ്റ് വാസ് എ ക്രിയേറ്റീവ് തിങ്.
ഡിനൈ ചെയ്തുകൊണ്ടുള്ളതാണ്. ആ പേയ്മെൻറ്റ് ഡിനൈ ചെയ്യണം, കാരണം അത് ഉടായ്പാണ്, ഉടായ്പ ക്ലെയിമാണ്. അതെനിക്ക് ഡിനൈ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഒരു കുറച്ച് അതിനകത്തൊരു രസമുണ്ട്, ഒരു ഹ്യൂമറൊക്കെ ഉണ്ട്. അത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പുറത്താവും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അത് ഞാൻ ചോദിച്ചു, അപ്പൊ ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് സന്തോഷിക്കാൻ ചെറിയ കാര്യങ്ങൾ മതി. മറ്റുള്ളവർ ചിലപ്പോൾ അത് സന്തോഷമായിട്ടോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ വിയേർഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടാവും. ഇത്രയും ഇപ്പൊ ഞാൻ ദേവഗണത്തിന്റെ സ്റ്റോറി ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴും ടൈം ഫ്രീസ് ചെയ്ത് ലൂപ്പിൽ വരുന്നു, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ്. ഇത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇനി മേ ബി സിവിൽ സർവീസിലേക്ക് വരാൻ താല്പര്യമുള്ള ഒരുപാട് ആൾക്കാർ ഇത് കാണുന്നുണ്ട്. ഈ ക്രിയേറ്റിവിറ്റിക്കൊക്കെ ശരിക്കും നമ്മുടെ സിസ്റ്റത്തിനകത്ത് സ്കോപ്പ് ഉണ്ടോ? അല്ലെങ്കിൽ പിന്നെന്താ ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയിലുള്ളവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഡോക്ടേഴ്സ്, എൻജിനീയേഴ്സ്, വക്കീലന്മാർ, മാഷന്മാർ എല്ലാവരും ഉണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലുള്ളൊരു മുൻവിധി എന്ന് പറഞ്ഞാൽ ഈ എഴുത്തും ക്രിയേറ്റിവിറ്റിയും ഇതുമൊക്കെ കുറച്ച് മലയാളം മാഷന്മാർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളൊരു, ഐ ഡോണ്ട് നോ വൈ, അങ്ങനെ ഭയങ്കരമായിട്ടൊരു ഫീലുണ്ട്. മിസ്കോൺസെപ്ഷനാണ്. ബാക്കി ആരെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ എന്തോ എക്സെപ്ഷണൽ സംഭവം പോലെ ചെയ്യാൻ പാടുള്ളൂ. അതെ അതെ. ഇപ്പോൾ ഒരു മലയാളം മാഷ് നോവൽ എഴുതിയാലും ഓക്കെയാണ്. ഒരു IAS കാരൻ എഴുതുമ്പോൾ നോവൽ എഴുതുന്ന IAS കാരൻ അതെന്താ? അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരു ഡോക്ടർക്ക് എന്താ പാടിക്കൂടെ? അതൊരു പ്രൊഫഷൻ മാത്രമാണ്, അവർക്ക് ഇതെല്ലാം ചെയ്യാം. ഒരു മിസ്കൺസെപ്ഷൻ ഒന്നുമല്ല ഞാൻ പറയുന്നത്, ഭയങ്കര മൈൻഡ് സെറ്റാണ്, ബ്ലോക്കാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആവാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ? ഇപ്പോൾ കളക്ടർ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു IAS ഓഫീസർ എന്നുള്ള നിലയ്ക്ക് ഈ ഫുൾ കൈ ഷർട്ടും ഇട്ട് ഇൻസേർട്ടും ചെയ്ത് നമ്മൾ തിരക്കിട്ട് നടക്കുന്ന ആ ഒരു ബിംബം അല്ലാതെ, ഞാൻ ഓഫീസിലൊക്കെ ടീഷർട്ടൊക്കെ ഇട്ട് പോകുമ്പം ഇങ്ങനെയൊക്കെ ഓഫീസിൽ വരാമോ? ഞാൻ എവിടെ വരാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ടീഷർട്ട് ഇട്ടെന്ന് പോലെ ചുമ്മാ അല്ല, അന്ന് നമുക്ക് ഫീൽഡ് എന്തെങ്കിലും ഉണ്ടാവും, പർപ്പസ് ഉണ്ടാവും. അപ്പോൾ എന്നാലും കഷ്ടപ്പാടുമായിട്ട് വളരെ അരോചകമായിട്ട് നമ്മൾ ഒരു ട്രൈബൽ കോളനിയൊക്കെ വിസിറ്റ് ചെയ്യാൻ പോവുമായിരിക്കും. അവിടെ ഫുൾ സൂട്ടും ഷർട്ടും ഇട്ടുകൊണ്ടൊക്കെ ഇപ്പോൾ എന്ത് സെൻസ്ലെസ് ആണത്. അതാണ് സെൻസ്ലെസ്. അതാണ് സെൻസ്ലെസ്. അവിടെ സാധാരണ മനുഷ്യർ അവിടെ പോകുമ്പോൾ എങ്ങനെയാണ് പോവുക, അതുപോലല്ലേ പോവുക. ഒരു സന്ദർഭത്തിന് യോജിച്ചിട്ടുള്ള രീതിയിലല്ലേ ചെയ്യുക. അല്ലാതെ അവിടെ നിങ്ങൾ വേറിട്ട് നിൽക്കണം. അവിടെ പോയി നിങ്ങളെന്തോ ആളാവാൻ വേണ്ടി, ഒരു സ്റ്റാർ ആവാൻ വേണ്ടി ഒരു വേഷം കെട്ടി എഴുന്നള്ളി പോകുന്ന ഒരു ആനയൊന്നുമല്ല നിങ്ങൾ. യു ജസ്റ്റ് ഹാവ് ടു ബിഹേവ് ആസ് യു ആർ. അപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ക്രിയേറ്റിവിറ്റി നമുക്ക് ഇഷ്ടം പോലെ അവസരം തരുന്ന തൊഴിൽ മേഖലയാണ് സിവിൽ സർവീസിന്. ഏത് ജോലി ഞാൻ പറയുന്നത്, ഈ എല്ലാ ഫയലിനകത്തും കവിത എഴുതാനും കിട്ടുന്ന സർക്കാർ വേദികളിലൊക്കെ പാട്ടുപാടലും അല്ല ക്രിയേറ്റിവിറ്റി. അതല്ല ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ, മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ ഫയലിലും ഒക്കെ യു ക്യാൻ ഫൈൻഡ് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ. അത് ഭയങ്കര ഹൈ തരും. ഇപ്പോൾ പ്രോബ്ലംസ് വർഷങ്ങളായിട്ട് തീരാതെ ഇരിക്കുന്ന പ്രശ്നങ്ങളും മറ്റേതും മറിച്ചൊക്കെ യു ഫൈൻഡ് എ ക്രിയേറ്റീവ് സൊല്യൂഷൻ. അതാണ് ക്രിയേറ്റിവിറ്റി. അല്ലാതെ പാട്ടും ഡാൻസും അങ്ങനെ വിചാരിക്കരുത്. പാട്ട് പാടാൻ അവസരം കിട്ടുമെന്ന് അങ്ങനെ ചിന്തിച്ചാൽ കുറച്ച് പ്രശ്നമാണ്. അത് ആൾക്കാരെ വെറുപ്പിക്കലുമാണ്. ഞാൻ പറയുന്നത്, നമ്മുടെ പദവി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറഞ്ഞ് പാട്ടും ഡാൻസും കളിക്കാൻ ഓരോ വേദിയും അവസരമായിട്ട് ഉപയോഗിക്കുന്നത് ഐ തിങ്ക് ഇറ്റ് ഇസ് അതല്ല. അതിനു വേണ്ടി ശ്രമിച്ചു വരികയാണെങ്കിൽ നിരാശയല്ല, ആൾക്കാരുടെ വായന കേൾക്കാനാണ് കൂടുതൽ സാധ്യത. വെറുപ്പിക്കുകയല്ലേ. നിങ്ങൾ യു ഡോണ്ട് നീഡ് ക്രച്ചസ്. നിങ്ങൾക്ക് അത്രയും ആ ഒരു മേഖലയിൽ ഇപ്പോൾ നല്ല, ഇപ്പോൾ ഇൻകം ടാക്സിൽ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, അതുപോലെ തന്നെ IRTS ഒരു ലേഡീൻ്റെ സീനിയർ ഓഫീസറാണ്. ഇവരൊക്കെ ഇവരുടെ സർവീസ് എന്താണെന്ന് പോലും പറയാതെയാണ് അവരുടെ ആർട്ട് പെർഫോം ചെയ്യുന്നത്. അതും ടോട്ടലി ഡിറ്റാച്ച് ഫ്രം ദെയർ പ്രൊഫഷൻ. ഈ മാഡം പത്മശ്രീയൊക്കെ കിട്ടിയ ആളാണ്, ഡാൻസറാണ്. അപ്പോൾ അവർ ഒരു ഓഫീസറാണെന്ന് നമ്മൾക്കറിയാം, പൊതുജനം അത് അറിയേണ്ട കാര്യം പോലും ഇല്ല. നമ്മളിപ്പോൾ ഒരു പുസ്തകം എഴുതി, ഞാനിപ്പോൾ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അറ്റത്ത് IAS വെക്കില്ല. കാരണം എനിക്ക് അതല്ല, അതിൻ്റെ ആവശ്യമില്ല എന്നല്ല. എൻ്റെ പ്രോഡക്റ്റ് IASൻ്റെ ടാഗ് വെച്ചിട്ടോ അല്ലെങ്കിൽ ക്രച്ചസ് വെച്ചിട്ടോ അല്ല ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്. അത് കണ്ടൻറ്റ് വെറും ഒരു പ്രശാന്ത് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എഴുതിയത് വായിച്ചിട്ട് അഭിപ്രായം പറയണം. ഞാനൊരു സിനിമ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അറ്റത്ത് IAS വെച്ചിട്ടല്ല ഞാൻ ചെയ്യേണ്ടത്. സോ ദാറ്റ് ഈസ് നോട്ട് ഹൗ യു മേക്ക് യൂസ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ സർവീസ്. പക്ഷേ ക്രിയേറ്റിവിറ്റി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ്റിനകത്ത് നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ നേരം യഥാർത്ഥത്തിൽ ക്രിയേറ്റിവിറ്റിയുടെ ഇഷ്ടം പോലെ ആവശ്യമുണ്ട്. ക്രിയേറ്റീവ് അല്ലാത്തത് കൊണ്ട് പല പ്രശ്നങ്ങളും കിടപ്പുണ്ട്. നമുക്ക്
കോമൺ സെൻസും കുറച്ച് ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത് പരിഹരിക്കാതെ ഇങ്ങനെ കിടക്കുന്ന കാണാം. ചില മീറ്റിങ്ങുകളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ നോക്കും, ഇതെന്താ ഇത് സോ ഒബ്വിയസ്, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ ചെയ്യാൻ സാറേ, അത് ഇതുവരെ ചെയ്തിട്ടില്ല, അങ്ങനെ നമ്മളിങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യുമ്പോൾ സോൾവ് ആവും. ദാറ്റ് ഈസ് എ സൊല്യൂഷൻ അല്ലേ. സൊല്യൂഷനിലേക്ക് പോകുന്ന ക്രിയേറ്റിവിറ്റി ഇസ് ദ റൈറ്റ് കൈൻഡ് ഓഫ് ക്രിയേറ്റിവിറ്റി ഇൻ ഗവൺമെൻറ്. അതും നമുക്ക് ഹൈ തരും, ഭയങ്കര ഹൈ തരും ശരിക്കും. കാരണം വർഷങ്ങളായിട്ട് തീരാത്ത പ്രോബ്ലംസ് ഒക്കെ തീർക്കുമ്പോൾ അതൊരു ഹൈ ആണ്. ഭയങ്കര ഹൈ. പ്രോജക്ട്സ് ഒക്കെ, വലിയ പ്രോജക്ട്സും മറ്റേതൊക്കെ ഇറിഗേഷനിലിരിക്കുമ്പോൾ ഇതുപോലത്തെ ഒന്നും ഉണ്ടായിരുന്നു. ഒരു എത്രയോ വർഷമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ കിടന്ന ഒരു എന്താ ROB ഇതൊക്കെ സിമ്പിൾ സൊല്യൂഷൻസേ ആവശ്യമുണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ വി ഹാവ് ടു ലിസൺ. ഓഫ് കോഴ്സ് നമ്മുടെ ടെക്നിക്കൽ ടീം ഇവരൊക്കെ പറയുന്നത് കേട്ട്, നമ്മൾ പുറത്തുനിന്നുള്ള ഒരാളല്ലേ, ഒരു ഔട്ട്സൈഡർ. അപ്പോൾ നമുക്കൊരു ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ പറ്റും. ഇതിന് പകരം ഇങ്ങനെ ചെയ്താൽ പോരെ എന്ന് ചോദിക്കുമ്പം ബിങ്കോ, ഒരു പ്രോബ്ലം സോൾവ്. ഓക്കെ, അപ്പോൾ ദാറ്റ് ഗിവ്സ് യു സോ മച്ച് ഓഫ് ഹൈ. ഇപ്പം നമ്മൾ പ്രശാന്ത് നായർ എന്ന് പറഞ്ഞൊരു ഓഫീസർ അല്ലാതെ ഡെഫിനറ്റ്ലി പ്രശാന്ത് നായർ ആസ് എ ഫിലിം മേക്കർ, ഇപ്പോൾ അപ്കമിങ് ഫിലിം മേക്കർ ആയിരുന്നു. നമ്മൾ ചെറുപ്പത്തിലെ കണ്ട സിനിമകൾ നമ്മൾ വല്ലാതെ സ്വാധീനിക്കും. നമ്മളൊരു ഫിലിം മേക്കർ ആവണം, നമ്മളെ ഒരു ആഗ്രഹം ജനിപ്പിക്കാനൊക്കെ നമുക്ക് അതിന് സാധിക്കും. നമുക്കൊരാളുടെ ഒരു ഫിലിം ബക്കറ്റ് ലിസ്റ്റ് കേൾക്കുമ്പോൾ തന്നെ ആളുടെ ഒരു ഫിലിം താല്പര്യം നമുക്ക് ഡീകോഡ് ചെയ്യാനും പറ്റും. ഞാൻ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ടോപ്പ് 5 ഫിലിംസ് ദാറ്റ് ഹാസ് ഷേപ്ഡ് യു. അയ്യോ, ഒത്തിരി ഉണ്ടാവും എനിക്ക്. ഒബ്വിയസ്ലി അതൊരു ലോങ് ലിസ്റ്റ് ആയിരിക്കും. പക്ഷെ ഇതിലെ പ്രശ്നം എന്താണെന്നറിയോ, ഇത് പറയുമ്പോൾ മറ്റത് വിട്ടുപോകും. എന്നാലും ഒരു കേൾക്കാൻ വേണ്ടി ഒരു 5 സിനിമ. എനിക്ക് നെബ്രാസ്ക എന്ന് പറഞ്ഞൊരു മൂവി ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ എസ്പെഷ്യലി BGM അതും ഇതുമൊക്കെ നല്ല രസമുള്ളൊരു കഥയാണ്. ഒരു അപ്പനും മോനും കൂടെ ഉള്ളൊരു യാത്രയും ഇതൊക്കെ, അത് വെരി ഇൻട്രസ്റ്റിംഗ് മൂവി. മലയാളത്തിൽ എത്രയോ ഉണ്ട്, ഏത് പറയുന്നുള്ളതാണ്, ഇതൊക്കെയാണ് പ്രശ്നം. പെട്ടെന്ന് പറഞ്ഞോളൂ. റാപ്പിഡ് ഫയർ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഇല്ല, അത് വളരെ അൺഫെയർ ആയിരിക്കും. എനിക്ക് പെട്ടെന്ന് നമുക്ക് സൈക്കോളജിയിൽ പറയില്ലേ, റീസൻസി ബയസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അടുത്ത കാലത്ത് കണ്ടതും കേട്ടതും സംസാരിച്ചതും ഒക്കെയാണ് പെട്ടെന്ന് വരിക. എനിക്ക് 12 Angry Men ഭയങ്കര ഇഷ്ടമുള്ളൊരു മൂവിയാണ്. കാരണം അതിനകത്ത് സ്പേസും ഇതെല്ലാം കൺസ്ട്രെയിൻ ആണ്. ആകെ 12 ഈ ക്യാരക്ടേഴ്സും ഉണ്ട്, ലൊക്കേഷൻ ഷിഫ്റ്റ് ഇല്ല, ഒന്നുമില്ല. പക്ഷേ ആ മൂവി ത്രൂ ഔട്ട് നിങ്ങളെ പിടിച്ചിരുത്തും അവിടെ, ഇത്രയും എൻഗ്രോസ്ഡ് ആയിട്ട് വയ്ക്കുന്നത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂവി. അങ്ങനെ 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 കുറേ ഉണ്ട് കേട്ടോ. 2 കിട്ടി എനിക്ക്. മലയാളത്തിൽ പുതിയ ജനറേഷനിൽ വന്ന ഇത് എനിക്ക് മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് ഇഷ്ടമാണ്. ഒരു ഒരു വിയേർഡ് ആണെന്ന് തോന്നാവുന്ന പക്ഷേ രസകരമായിട്ടുള്ള ഒരു മൂവിയാണത്. പണ്ട് ചൈൽഡ്ഹുഡ് ടൈമിലൊക്കെ ഒരു ഫിലിം മേക്കർ ആവണമെന്നൊക്കെ നമ്മൾ ഷേപ്പിംഗ് ടൈമിൽ ഉണ്ടായിരുന്ന സിനിമകൾ പിന്നെയും ബിഞ്ച് വാച്ച് ചെയ്തിട്ടുള്ള, പിന്നെയും സമയം കിട്ടുമ്പോൾ അല്ല ഒരു മൂവി എന്നുള്ള അതിലോട്ട് തിരിയാൻ ഒരു പക്ഷേ ആദ്യം തോന്നിയത് ഒരു കമേഴ്ഷ്യൽ മൂവിയാണ് റോജ. അത് റോജയുടെ സിനിമാറ്റോഗ്രാഫി സന്തോഷ് ശിവനാണ്. അപ്പോൾ സന്തോഷം ഞങ്ങളുടെ സ്കൂൾ സീനിയറാണ്, എന്ന് വെച്ചാൽ ഒത്തിരി സീനിയറാണ് അദ്ദേഹം, പഴയ ലോയോളായിട്ടാണ്. അപ്പോൾ ഞാൻ ലോയോളയിലാണ് പഠിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മൂവി അങ്ങനെ, അപ്പോൾ സിനിമാറ്റോഗ്രാഫർ ആവണമെന്ന് തോന്നി, പിന്നെ ഡയറക്ടർ ആവണമെന്ന് തോന്നി, അങ്ങനെ അങ്ങനെ അങ്ങനെ. അപ്പോൾ അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട് റോജ എന്ന് പറഞ്ഞ മൂവിക്ക്. എനിക്ക് നായകൻ ഇഷ്ടമാണ്, മണിരത്നം എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് നായകൻ ഇസ് എ ഗുഡ് വൺ. പിന്നെ ഏതാ, ഈ സത്യജിത്രേ പത്തേർ പാഞ്ചാലി ഇഷ്ടമാണ്. ശത്രഞ്ജ് കെ ഖിലാഡി എനിക്കിഷ്ടമാണ്. പിന്നെ ഇത് സത്യജിത്രയുടെ കുറേ ഷോർട്ട് ഫിലിംസ് ഉണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് തോന്നുന്നു അദ്ദേഹം ഡയറക്റ്റ് ചെയ്താണെന്നോ, അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസ് ബേസ് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസ് ഉണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുറേ എണ്ണമുണ്ട്. ഇപ്പോഴും നെറ്റ്ഫ്ലിക്സിൽ ഒരെണ്ണം റേ എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു 5-8 സ്റ്റോറീസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രസമുള്ളതാണ്. എത്രയായി? ഇപ്പൊ എനിക്കൊന്ന് 5-6 ഇപ്പൊ ഹാപ്പി. ഒരു ബക്കറ്റ് ലിസ്റ്റ് കിട്ടി, ഏതാണ്ടൊരു ഇൻട്രസ്റ്റ് ഓഫ് ഇത് കിട്ടിയെന്നല്ലേ. ഇതൊന്നുമല്ല, കുറേ ഉണ്ടോ. ഇത് എൻ്റെ ഫേവറേറ്റ് ഒന്നും ചിലപ്പോൾ ഞാൻ പറഞ്ഞു കാണൂല, ഇനിയും ഏതൊക്കെയോ ഉണ്ട്. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇനി 2-3 ചോദ്യങ്ങളോട് പെട്ടെന്ന് റാപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ളതും. സാറ് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലും ടൂറിസം റിലേറ്റഡ്, ഇപ്പോൾ KTTC ആണെങ്കിലും ടൂറിസമായിട്ടൊക്കെ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട്. മീൻ സെക്രട്ടറി ആയിട്ടൊക്കെ, സ്പെഷ്യൽ സെക്രട്ടറി ആയിട്ടൊക്കെ. അല്ല, സെൻട്രലിൽ പോയപ്പോഴും ടൂറിസത്തിലുണ്ടായിരുന്നു, അതുപോലെ ഇവിടെ KTTC ചെയ്ത സമയത്ത്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു ടൂറിസം പൊട്ടൻഷ്യലും കൂടെ കണക്കിലെടുത്ത് ഇപ്പോൾ ബീച്ച്, തേരമേര ബീച്ചൊക്കെ ചെയ്ത പോലെ തന്നെ ഇന്ന് ദ ക്രിയേറ്റീവ് പ്രശാന്ത് നായർ
കേരളത്തിന്റെ ടൂറിസത്തിനെ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇനി കൊണ്ടുവരാം? ഉറപ്പായിട്ടും ഒരു ലോങ് ലിസ്റ്റ് മനസ്സിൽ കാണാതിരിക്കില്ല. ഇങ്ങനെയൊക്കെ വേണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് തോന്നുന്ന എന്തായിരിക്കും നമ്മുടെ കേരള ടൂറിസത്തിന് വേണ്ടി? സീരിയസ്ലി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കാരണം കേരളത്തിന് ടൂറിസം മേഖലയിൽ നമ്മൾ ലോങ് ടൈം ഫോർ എ റീഇൻവെൻഷൻ. നമ്മളിപ്പോഴും ഗോഡ്സ് ഓൺ കൺട്രിയും പറഞ്ഞിരിക്കുകയാണ്. എല്ലാ ബ്രാൻഡിനും ഒരു റീഇൻവെൻഷനും ഒരു റീവാലിഡേഷനും ഒക്കെ ആവശ്യമുണ്ട് ഓവർ ദ പീരീഡ് ഓഫ് ടൈം. ഇതിപ്പം നമ്മൾ മിസ്സിങ് എവറി ബസ്. ദിസ് ഇസ് നോട്ട് ഹൗ വി ഷുഡ് ബി ഡൂയിങ്. നമ്മൾ റീബ്രാൻഡിങ്ങും റീപൊസിഷനിങ്ങും ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മളുടെ സിമിലർ പ്രോഡക്ട്സ് ഇപ്പോൾ ശ്രീലങ്കയിലും അവിടെ ഇവിടെയൊക്കെ ലോവർ റേറ്റിൽ ലഭ്യമാണ്. ക്വാളിറ്റിയൊക്കെ അവിടെ വേറെ ലെവലിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കോമ്പറ്റീഷൻ ഇസ് ലൈക്ക് ഇൻറ്റൻസ്. വാട്ട് ഡു യു ഹാവ്? നമ്മുടെ USP എന്താണ്? നമ്മളുടെ ഒരു വ്യത്യസ്തത എടുത്ത് കാണിക്കാനും പറ്റണം. അതേസമയം നമ്മുടെ ഫുട്ഫോൾ കുറച്ചിട്ടാണെങ്കിലും റവന്യൂ വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ഇതിലേക്ക് ഒരു റീഇൻവെൻഷൻ്റെ സമയം അതിക്രമിച്ചു. ഫസ്റ്റ്ലി. സെക്കൻഡ്, എക്സ്പീരിയൻസ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഏത് റൂമിൽ ഇപ്പോൾ കുറേ ഹോട്ടൽ മുറി ഉണ്ടാക്കി വെച്ചു എന്ന് വിചാരിച്ചോ, ഇവിടെ വന്ന് താമസിക്കുന്ന ആൾക്കാർ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ജസ്റ്റ് എ റൂം നത്തിങ്. അതിലൊരു കാര്യമല്ല, ഏത് റൂമിൽ താമസിച്ചാലും ഇറ്റ് ഡസൻറ്റ് മേക്ക് എ ഡിഫറൻസ്. ഇറ്റ്സ് എക്സ്പീരിയൻസ് ദാറ്റ് മേക്സ് എ ഡിഫറൻസ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ തൊട്ട് ആക്ടിവിറ്റീസും ഇതുമൊക്കെയാണ്. സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇത്തരം കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ യു നീഡ് ടു ടേക്ക് എഫേർട്ട്. ആക്ച്വലി സ്റ്റോറീസ് സ്പിൻ ചെയ്തെടുക്കാൻ പറ്റണം. ഓരോ സ്ഥലത്തിനെ പറ്റി, ഓരോ എക്സ്പീരിയൻസ്, ഓരോ ടൂർ, ഇതിനെല്ലാത്തും യു ഷുഡ് ഹാവ് എ സ്റ്റോറി. ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ലാംഗ്വേജ്, യു നീഡ് ഒരു ഇക്കോസിസ്റ്റം ആൻഡ് ആ മൊത്തത്തിലുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിട്ട് വേണം. സോഫ്റ്റാണിത്. ഇറ്റ്സ് നോട്ട് ഹാർഡ് സാധനമല്ല, ഇറ്റ്സ് എ സോഫ്റ്റ് തിങ്. പക്ഷേ ഈ സോഫ്റ്റ് തിങ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. ഇതാണ് എക്സ്പീരിയൻസ് നമുക്ക് തരുന്നത്. ആ ഒരു വന്ന് പോകുന്ന ഒരാൾ തിരിച്ചു പോകുമ്പം ഓർക്കുന്നത് ഇൻട്രാക്ട് ചെയ്ത മനുഷ്യരെയാണ്, അയാൾക്ക് അവിടെ ഉണ്ടായ അനുഭവങ്ങളാണ്. ഇത് വെച്ചിട്ടാണ് അയാൾ തിരിച്ചു വരിക. അല്ലാതെ ഞാൻ താമസിച്ച മുറിക്കകത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരുന്നു, ബൾബ് ഉണ്ടായിരുന്നു, പടം ഉണ്ടായിരുന്നു, ദിസ് ഡസൻ മേക്ക് ദ ഡിഫറൻസ്. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ മാറിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള എക്സ്പീരിയൻസസ് കൊടുക്കാൻ സാധിക്കണം. വിവിധ സെഗ്മെൻറ്റിലുള്ള ആൾക്കാരെ കൊണ്ടുവരാനും സാധിക്കണം. അപ്പം കപ്പിൾസ് ആവാം, അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം റിലേറ്റഡ് യങ്സ്റ്റേഴ്സ് ആവാം. പിന്നെ പൈസ സ്പെൻഡ് ചെയ്യാൻ കപ്പാസിറ്റിയുള്ള ഒരു 10-40 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവർ തേടുന്നത് എന്താണ്? അത്തരം എക്സ്പീരിയൻസസ് ഇവിടെ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത്. കുറച്ച് ലക്ഷറി എൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ. കാരണം കൂടുതൽ പൈസ കുറച്ച് പേര് വന്നിട്ട് കിട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ എങ്കിലേ പ്രോസ്പർ ചെയ്യുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ഇക്കോസിസ്റ്റം, നമ്മുടെ പ്രകൃതി, ഇതൊരു സ്ട്രോങ് പോയിൻ്റാണ് നമ്മുടെ. അത് ഡിറ്റീറിയേറ്റ് ചെയ്യാതെ കാത്തു സൂക്ഷിക്കേണ്ടത് അതും എൻ്റെ ഭാഗമാണ്. ഇപ്പം പ്രകൃതിയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് മിസ്സാക്കുന്നുണ്ട്. ക്ലാസിക് എക്സാമ്പിൾ ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം, പ്രത്യേകിച്ച് കൃഷി വകുപ്പിൽ ഇരുന്നതുകൊണ്ടും കൂടെ തോന്നിയ ഒരു കാര്യമാണ്. നമ്മളിവിടെ കുറേ എസ്റ്റേറ്റുകൾ ഉണ്ട്. ടീ, കോഫി, റബ്ബർ, അതൊക്കെയാണ് മെയിൻ. എല്ലാം മോണോക്രോപ്പാണ്. മോണോക്രോപ്പ് അൺസയൻറ്റിഫിക് ആണ്. എത്രയോ കാലമായി ഇറ്റ്സ് എസ്റ്റാബ്ലിഷ്. മോണോക്രോപ്പ് ഈസ് വെരി അൺസയൻറ്റിഫിക്, പ്രകൃതിക്ക് ദോഷമാണ്, ഒക്കെയാണ്. ഈ പറയുന്ന എല്ലാ ക്രോപ്പിനകത്തുനിന്നും നമുക്ക് കിട്ടുന്ന റവന്യൂ ഈസ് ഓൾസോ വെരി മീഗർ. ഇപ്പോൾ ഒരു 10 ഏക്കർ റബ്ബർ ഉണ്ടെങ്കിൽ വെട്ടാനും ചിലവും ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ കയ്യിൽ കഷ്ടി 2 ലക്ഷം പ്രോഫിറ്റ് കിട്ടിയാൽ അത്രയേ ഉള്ളൂ. 10 ഏക്കർ ഉണ്ടെങ്കിൽ. വെറുതെ പ്ലാവ് നട്ടിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, വിയറ്റ്നാം എർലി പോലുള്ള ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് 2-3 കൊല്ലത്തിനുള്ളിൽ റിട്ടേൺ കിട്ടും. അതിനിടയിൽ പൈനാപ്പിളും മറ്റൊക്കെ ചെയ്യും. ഇതൊക്കെ ചെയ്താൽ എല്ലാ വർഷവും നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 25 ലക്ഷം കിട്ടും 10 ഏക്കർ പ്ലാവിന്. 5 times the income. ഇത് പ്ലാവിൻ്റെയാണ്. പ്ലാവിന് പ്രത്യേകിച്ച് കെയർ അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾ പകരം റംബുട്ടാനോ ഡ്രാഗൺ ഫ്രൂട്ടോ അങ്ങനെ ഓരോന്നിലേക്കും ഷിഫ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ കർഷകന് കിട്ടാൻ പോകുന്ന പൈസയുടെ ലെവൽ വേറെയാണ്. ഇതിനെല്ലാം ബയേഴ്സും ഉണ്ട് ആക്ച്വലി. നല്ല മാർക്കറ്റും ഒക്കെയാണ്. ഒന്ന് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ. എനിക്കിപ്പം എടപ്പള്ളിയിലൊരു 50 സെൻറ്റ് സ്ഥലമുണ്ടെന്ന് വിചാരിച്ചോ. ആ 50 സെൻറ്റ് ഞാൻ കമേഴ്ഷ്യലി ഏറ്റവും കൂടുതൽ അതിനകത്തുനിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ബിൽഡിംഗ് അല്ലേ അവിടെ ചെയ്യാം. അങ്ങനത്തെ ഒരു പർപ്പസിലേക്കല്ലേ ചെയ്യാം, അല്ലേ? അല്ലാതെ ഞാൻ അവിടെ ഒറ്റ നില ഒരു ഷോപ്പ് പണിതിട്ട് ഇരിക്കില്ല. ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ മാക്സിമം റിട്ടേൺസ് ഉണ്ടാക്കണം. അപ്പോൾ ഒരു കർഷകനും മാക്സിമം റിട്ടേൺ ഉണ്ടാക്കാൻ സാധിക്കണം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ക്രോപ്സ് തിരഞ്ഞെടുക്കാൻ അയാൾക്ക് സാധിക്കണം. ആ ഫ്രീഡം അയാൾക്ക് കിട്ടണം. ആ ഫ്രീഡം കിട്ടിക്കഴിഞ്ഞാൽ
അയാൾ പൈസ ഉണ്ടായിക്കോളും. നമ്മൾ കൂടുതൽ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട. ആ ഫ്രീഡം കൊടുക്കണം. നമ്മളിവിടുത്തെ ഒരു ഷാക്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഈ ലാൻഡ് റിഫോംസ് ഒക്കെ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ലാൻഡ് റിഫോംസ് ആക്ട് ഒക്കെ വന്നു. വി ഹാവ് നോട്ട് റീവിസിറ്റഡ് ഇറ്റ്. അതിനകത്ത് പ്ലാന്റേഷൻസിന് എക്സെപ്ഷൻ കൊടുത്തിട്ടുണ്ട്. 6 ക്രോപ്സിനാണ് കൊടുത്തിരിക്കുന്നത്. ഈ റബ്ബർ, ടീ, കോഫി, അങ്ങനെ കാർഡമം, അങ്ങനെ ഇതുമുണ്ട്, കൊക്കോ ഉണ്ട്, ഇതൊക്കെയാണ്. അപ്പോൾ ഈ 6 ക്രോപ്സ് ആ കാലഘട്ടത്തിൽ തന്നെയാണ്. ഈ 6 മാത്രം എക്സെപ്ഷൻ കൊടുക്കുന്നത് ഇതിനെന്തോ ദിവ്യത്വമുള്ളതുകൊണ്ടല്ല. റബ്ബർ റംബുട്ടാനെക്കാട്ടിലും ദിവ്യമായ വല്ല ചെടിയാണോ, വല്ല ഇതാണോ? ഒന്നുമല്ല. പക്ഷേ റംബുട്ടാൻ വെച്ച് കഴിഞ്ഞാൽ കർഷകന് പൈസ കിട്ടും, മറ്റേത് വെച്ചാൽ കിട്ടില്ല, അല്ലെങ്കിൽ റിലേറ്റീവ്ലി കുറവാണ്. നമുക്കിവിടെ കുറേ പൈസ വരണ്ടേ? കർഷകർക്ക് കയ്യിൽ പൈസ. ശരിക്കും ഈ ഗവൺമെന്റ് ഡബിളിംഗ് ദ ഫാമേഴ്സ് ഇൻകം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഡബിളിംഗ് ഒന്നുമല്ല, ഇതിനപ്പുറം പോകുന്നത്. ഇത് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് അൺഷാക്കിൾ ചെയ്ത് ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ കാസർഗോഡ് തൊട്ട് ഇങ്ങ് തിരുവനന്തപുരം വരെ ഉണ്ടല്ലോ, നമുക്ക് വിൽ ഹാവ് ലോട്ട്സ് ഓഫ് ഓർച്ചാർഡ്സ്, ഫ്രൂട്ട് ബെയറിങ് പ്ലാന്റ്സും ട്രീസിൻ്റെ മിക്സാണ്. മിക്സ്ഡ് ഇപ്പോൾ മോണോക്രോപ്പൊക്കെ മാറി മിക്സ് ഫാമിങ്ങിൻ്റെ കാലഘട്ടമാണ്. ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കിവിടെ തൂത്തുവാരി പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ഓർച്ചാർഡ് സിസ്റ്റം അവിടെ നിന്ന് തൊട്ട് ഇവിടം വരെ നിൽക്കുകയാണെങ്കിൽ, ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആഗ്രോ ഫാമിങ് ടെക്നിക്സ്, ഇതിൻ്റെ ഇടയിൽ കൂടെ നൈസായിട്ട് ടൂറിസവും, അഗ്രി ടൂറിസം എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര എക്സ്പീരിയൻഷ്യലാണ്. ഇപ്പോൾ വയനാട്ടിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഒരു ചേച്ചി നടത്തുന്ന ഒരു ഹോം സ്റ്റേ, അതിനോട് ചേർന്ന് കുറച്ച് കാപ്പിത്തോട്ടവും വയലും ഇതൊക്കെ ഉണ്ട്. അവിടെ വരുന്ന സായിപ്പന്മാരുണ്ട്. ഈ സായിപ്പന്മാരാണ് അവിടെ പണിയെടുക്കുന്നത്. ഈ പണിയെടുക്കുന്നതിന് മണിക്കൂറിന് ഇത്ര ഡോളർ വെച്ച് ഈ ചേച്ചി വാങ്ങുകയും ചെയ്യും. ഈ ചേച്ചി 12ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ കേട്ടോ. അവർക്കുള്ള ബുദ്ധി നമ്മൾ കാണിക്കണ്ടേ? ഇവിടെ വന്ന് ദേ ആർ ലുക്കിംഗ് ഫോർ എക്സ്പീരിയൻസ്. നമ്മളെ റൂമല്ല അവർക്ക് വേണ്ടത്. അപ്പോൾ യൂറോപ്പിലൊക്കെ സ്ട്രോബെറി പ്ലക്കിങ്, മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞാൽ ദീസ് ആർ ആക്ടിവിറ്റീസ്. നമ്മൾ പുറത്ത് ടൂറിസം പോകുമ്പോൾ, വേറെ രാജ്യത്ത് പോകുമ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി വിസിറ്റ് ചെയ്തൊരു എക്സ്പീരിയൻസ് പറയുമ്പോൾ വൈ നോട്ട് ഇൻ കേരള അല്ലേ? വൈ നോട്ട് ഇൻ കേരള. പക്ഷേ എക്സ്പീരിയൻസ് കൊടുക്കണമെങ്കിൽ ആക്ടിവിറ്റി വേണം. ആക്ടിവിറ്റി എന്താ ചെയ്യണം? റബ്ബർ വെട്ടാൻ നമുക്ക് പറഞ്ഞു വിടാൻ പറ്റുമോ ഇവരെ? ഒന്നത് മാത്രമല്ല, റബ്ബറിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഞാൻ പീപ്പിൾ ഷുഡ് ഹാവ് ദ ഫ്രീഡം ടു ചൂസ്. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അതായത് നമ്മൾ അനുവദിക്കും. ആരാ നമ്മളെ അനുവദിക്കാൻ? നമ്മൾ അനുവദിക്കും, ഇത് അനുവദിക്കില്ല, ബാൻ ചെയ്യുന്നു, അതാക്കുന്നു. യു വാണ്ട് ടു കൺട്രോൾ എവറിത്തിങ്. നിയന്ത്രിച്ച് നമ്മൾ വിചാരിക്കും നിയന്ത്രിക്കുന്നത് വലിയ തോട്ട് ഔട്ടായിട്ട് നിയന്ത്രിക്കുകയാണെന്ന്. ഒന്നുമല്ല. നിയന്ത്രിക്കുന്നത് മിക്കതും അൺസയൻറ്റിഫിക് ആയിട്ടുമാണ് നിയന്ത്രിക്കുന്നത്. നമ്മൾ വളരെ അൺസയൻറ്റിഫിക് ആയിട്ട് മോണോക്രോപ്പ് കേരളത്തിൻ്റെ പുറത്ത് അടിച്ചേൽപ്പിച്ചിട്ട് എത്ര കാലമായി. ഇത് സായിപ്പ് തുടങ്ങി വെച്ചതാണ്. സായിപ്പിന് അവിടെ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ ചായത്തോട്ടം ഉണ്ടാക്കി, ഫൈൻ, അതുവരെ നമുക്ക് മനസ്സിലാക്കാം. വൈ ആർ വി ഡൂയിങ് ഇറ്റ്? നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത്? ആ മഹാഭാവം എന്തിനാണ് ഇവിടുത്തെ മണ്ണിനോട് ചെയ്യുന്നത്? എന്തിനാണ് ഇവിടുത്തെ സാധാരണ കർഷകരോട് ചെയ്യുന്നത്? എന്തിനാണ് എന്ന് മാത്രമല്ല, ഇവിടെ വരാൻ സാധ്യതയുള്ള എത്രയോ കോടി, ഇതിൻ്റെ ഞാൻ റഫ് എസ്റ്റിമേറ്റ് ഒരെണ്ണം ചെയ്ത് നോക്കി. 1,00,000-ത്തിലധികം ഹെക്ടർ സർക്കാരിൻ്റെ കയ്യിൽ തന്നെ തരിശായി കിടപ്പുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നവോത്ഥാൻ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് തുടങ്ങിയത്. ഈ ഭൂമി എങ്കിലും എടുത്തിട്ട് കൃഷി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർക്ക് അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിച്ചിട്ട് ഇത്തരം ക്രോപ്സ് ഇതൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പം ഈവൻ ഇഫ് യു ആർ ഏബിൾ ടു കൺവേർട്ട് ഫ്യൂ ഒരു 20-30% എങ്കിലും കൺവേർട്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഒരു വർഷം 50,000 കോടിയാണ് ഇൻകം വരുന്നത്. ജസ്റ്റ് തിങ്ക് ഓഫ് ദ എമൗണ്ട്. 50,000 കോടി. ഈ 50,000 കോടി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റേറ്റുകളും മറ്റൊക്കെ ഒന്ന് മര്യാദയ്ക്ക് ഈ 6 ക്രോപ്സ് അല്ല, പ്ലസ് റംബുട്ടാൻ, പ്ലസ് ഡ്രാഗൺ ഫ്രൂട്ട്, പ്ലസ് വാട്ട് എവർ ഇത് അലൗ ചെയ്യുകയാണെങ്കിൽ ഇവിടെ പ്രോസ്പെരിറ്റി വിൽ ബി സോ ഹൈ. നമ്മൾ ഈ ദാരിദ്ര്യം പറച്ചിലും ഒക്കെ തീരും. ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടും. ഇനി ആൾക്കാരുടെ കയ്യിൽ പൈസ കിട്ടാതിരിക്കലാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ വേണ്ട. പക്ഷേ ഇറ്റ് ആക്ച്വലി സർപ്രൈസസ് മീ വൈ നോബഡി ഈസ് ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. ഇതുപോലുള്ള സിമ്പിൾ സാധനങ്ങൾ ഇതിൽ കിട്ടുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ഐ എം കണക്ടിങ് ഇറ്റ് വിത്ത് ടൂറിസം. കാരണം ടൂറിസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇപ്പോഴും ചുമ്മാ ഒരു റൂം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ആൾ വന്നിട്ട് കൂട്ടിനകത്ത് ഇരുന്നിട്ട് അവരങ്ങ് പോകും എന്ന് വിചാരിക്കുന്നത് എന്ത് വിഡ്ഢിത്തരമാണ്. അതൊന്നും അല്ല ടൂറിസം. എക്സ്പീരിയൻസ് അല്ലേ വേണ്ടത്. അപ്പോൾ യാത്ര ചെയ്യുന്നത് ഒരു അനുഭവമായിരിക്കണം. യാത്ര അത്രയും രസകരമാക്കാൻ പറ്റും. എത്രത്തോളം ഒന്ന് ആലോചിച്ച് നോക്കൂ. യാത്ര സെഗെയിൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയും വാഹനങ്ങൾ, പ്രൈവറ്റ് വെഹിക്കിൾസ് എന്തുകൊണ്ടാണ്? പബ്ലിക് ട്രാൻസ്പോർട്ട് വീക്ക് ആയതുകൊണ്ടാണ്. പബ്ലിക് ട്രാൻസ്പോർട്ട് എന്തുകൊണ്ടാണ് വീക്കായി നിൽക്കുന്നത്? നമ്മൾ ഒരു വന്ദേ ഭാരത് തുടങ്ങിയപ്പോൾ നമ്മൾ കണ്ടു എന്തുമാത്രം ആൾക്കാർ പ്രിഫർ ചെയ്യുന്നു.
അതിന് പൈസ ഹൈ ആണെങ്കിലും പൈസ കൊടുത്തിട്ട് പോകാൻ തയ്യാറാണ്. വിച്ച് മീൻസ് സ്പെൻഡിങ് കപ്പാസിറ്റി ഉള്ളവർ അതിലേക്ക് പോകാൻ എക്സ്പീരിയൻസിന് വേണ്ടി കൊടുക്കും. അപ്പോൾ എക്സ്പീരിയൻസ് ഷുഡ് ബി ബെറ്റർ. അപ്പോൾ ഒന്ന് ആലോചിക്കൂ, നമ്മൾ നഗരങ്ങളിൽ എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള പ്രൈവറ്റ് ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തുകൊണ്ടില്ല എന്ന് ആലോചിച്ചിട്ടുണ്ടോ? കോഴിക്കോട് ഇരിക്കുമ്പം പ്രപ്പോസലാക്കിയതാണ്. കാരണം നമ്മൾക്ക് പെർമിറ്റ് കൊടുക്കാൻ നിർവാഹമില്ല, അങ്ങനെ ഒരു പെർമിറ്റ് ഇല്ല കേരളത്തിൽ. ഇപ്പോൾ പ്രൈവറ്റ് AC ബസ്സുകൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറേ പേര് വാഹനം അല്ലാതെ ഓടിക്കുന്ന സ്കൂട്ടറും കാറും ഒക്കെ അവിടെ മാറ്റി വെച്ചിട്ട് വളരെ കംഫർട്ടബിളായിട്ട് അതിൽ പോവില്ലേ? ഉറപ്പായിട്ടും. ഞാനിപ്പോൾ യൂറോപ്പിലൊക്കെ പോയപ്പോൾ അവിടെയൊക്കെയുള്ള കംഫർട്ടബിൾ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് അവിടുത്തെ ഏറ്റവും ഡിപ്പെൻഡബിളുമാണ്. ആൾക്കാർ പ്രിഫർ ചെയ്യുന്നതും അതാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ആദ്യം തന്നെ ഇല്ല, ഇത് KSRTC മാത്രമേ കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദെൻ യു കാൻ ഡു എനിത്തിങ്. കാരണം നമ്മളെ എല്ലാം റെസ്ട്രിക്റ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യും. നമ്മുടെ പർപ്പസ് പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിനുള്ള ട്രാൻസ്പോർട്ടിനാണ്, പബ്ലിക്കിന് കിട്ടേണ്ട ഒരു ഫെസിലിറ്റിയാണ്. നോ എക്സാക്ട്ലി. എന്ന് മാത്രമല്ല, നമ്മുടെ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ KSRTC മാത്രമാണെന്ന് ധരിക്കുന്നത് ഒരു വലിയ മണ്ടത്തരമാണ്. ഇപ്പോൾ KSRTCയെ സംരക്ഷിക്കലല്ല പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ലക്ഷ്യം. പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പൊതു ആയിട്ടുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ KSRTC ഈസ് ഫോർ ദാറ്റ്. ആ ഒരു അലൈൻ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും സർവൈവ് ചെയ്യണം. KSRTC പൂട്ടാനൊന്നുമല്ല ഞാൻ പറയുന്നത്. ബട്ട് ദാറ്റ് ഷുഡ് നോട്ട് ബി ദ ഒബ്സഷൻ. അപ്പോൾ ഈ പൊതുജനങ്ങൾക്ക് ഇത് AC ബസ് ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, കേരളത്തിലെ ആ ഒരു ഹ്യൂമിഡിറ്റിയും ചൂടും ഇതൊക്കെ കാരണം പലർക്കും താല്പര്യമുണ്ട് കംഫർട്ടബിളായിട്ട് ഒരു ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല ബസ് ഓണേഴ്സിനും അതൊക്കെ നിസ്സാരമായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മേ ബി ചിലപ്പോൾ ഒരുപാട് ആൾക്കാർ കാർ എടുക്കാതെ പിന്നെ ബസ്സിൽ പോയി വരാമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ റോഡിലുള്ള ട്രാഫിക് കുറയും. ഈ എസ്പെഷ്യലി നമ്മളൊരു ടൗൺഷിപ്പ് മാതിരിയാണ്. കേരളം അങ്ങോളം ഇങ്ങോളം എന്ന് പറഞ്ഞാൽ ഒരു കുഗ്രാമമൊന്നും ഇല്ലല്ലോ, എല്ലാം ഒരു ടൗൺഷിപ്പാണ്. അപ്പോൾ അപ്പുറം ഇപ്പുറം ഒക്കെ പോകാൻ വേണ്ടി കംഫർട്ടബിളായിട്ട് പോകാൻ പറ്റുന്ന ഒരു എന്ന് വെച്ചാൽ മറ്റേ ബസ് ഇല്ലാതാവേണ്ട കാര്യം. നമ്മൾ ഒരു കേരളത്തിലൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊല്യൂഷൻ ഡിസ്കസ് ചെയ്യുമ്പം ഒരു ബന്ധമില്ലാത്ത കാര്യമാണ് പറയാം. ഇതൊരു സൊല്യൂഷനാണ്, ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അതിലേക്ക് കുറേ പേർക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ, വാഹനങ്ങളുടെ എണ്ണം കുറയുമല്ലോ. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അങ്ങനെ എല്ലാവരും അങ്ങനെ സൂചിച്ചങ്ങനെ പോകണ്ട, നമുക്ക് സാധാരണക്കാർക്ക് വേണ്ടുന്ന ബസ്. അപ്പോൾ സാധാരണക്കാരൻ AC ബസ്സിൽ കയറൂല എന്നുള്ളൊരു മുൻവിധിയും കൂടെ ഉണ്ട്. അവനൊന്നും അത് വേണ്ട എന്നുള്ളൊരു മുൻവിധിയും ഉണ്ട്. ഈ കഷ്ടപ്പാട് വിട്ട് വേർത്തൊലിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ അവൻ സ്വന്തമായിട്ട് സ്കൂട്ടറോ കാറോ എടുക്കുക, അതും ഓക്കെയാണ്. പക്ഷെ എന്നാലും ഞാൻ ഈ ഫെസിലിറ്റി അനുവദിക്കില്ല. എന്തുകൊണ്ട് അനുവദിക്കില്ല എന്നുള്ളതാണ്. പണ്ട് സിനിമ കാണാൻ പോയിരുന്നത് 30 രൂപയ്ക്ക് ടിക്കറ്റ് സിനിമ എടുത്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഈ സോ കോൾഡ് കാണില്ല എന്ന് പറയുന്ന ആൾക്കാരൊക്കെ മൾട്ടിപ്ലക്സിലും ഐമാക്സിലൊക്കെ സിനിമ കാണാൻ തയ്യാറാണ് ഫോർ ദി എക്സ്പീരിയൻസ്. എക്സാക്ട്ലി. ചോയ്സ് കൊടുക്കണം. ഈ പബ്ലിക് ചോയ്സ് തിയറി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് പബ്ലിക്കിന് ചോയ്സ് കൊടുത്തിട്ട് അവർ തീരുമാനിക്കട്ടെ. അല്ലാതെ ഞാൻ അവർക്ക് വേണ്ടി, എനിക്ക് വലിയ എക്സ്ട്രാ ബുദ്ധിയൊന്നുമില്ല. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിനകത്തിരിക്കുന്ന ഉദ്യോഗസ്ഥരുൾപ്പെടെ പലരുടെയും ധാരണ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കേ അറിയുള്ളൂ എല്ലാം. അപ്പോൾ നമ്മൾ തീരുമാനിക്കും, ബ്ലോക്ക് ചെയ്യും, ഓരോ സാധനം ബ്ലോക്ക് ചെയ്യും. ഇത് കൊടുക്കണ്ട, ഇത് ആവശ്യമില്ല, ഇതാവശ്യം കൊടുത്തിട്ട് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ദാറ്റ് ഈസ് എ റൈറ്റ് അപ്രോച്ച്. അങ്ങനെ ചെയ്തിരുന്നു. ഇപ്പോൾ ഫ്രീഡം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ജനങ്ങൾക്ക്, മലയാളികൾക്ക് സ്വാതന്ത്ര്യം ശരിക്കുള്ള എല്ലാ അർത്ഥത്തിലും ഫ്രീഡം ഓഫ് ട്രേഡ്, ഓക്യുപ്പേഷൻ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എനിക്ക് തോന്നുന്നത് ഇപ്പം മലയാളികൾ കുറച്ച് റബ്ബർ മെച്ചമാണെന്ന് കണ്ടെത്തി. ഇത് ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നുമല്ലല്ലോ റബ്ബർ വെച്ചത്, ആണോ? ഗവൺമെൻറ് പറഞ്ഞിട്ടാണോ ഇവർ ഇപ്പോൾ റംബൂട്ടാൻ വെച്ച് തുടങ്ങിയത്? അല്ലല്ലോ. യു ജസ്റ്റ് ഗിവ് ദം ദ ഫ്രീഡം. നമ്മൾ ഈ റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ലാൻഡും എല്ലാം ലോക്ക് ചെയ്ത്, റിസോഴ്സൊക്കെ ലോക്ക് ചെയ്ത്, റൂൾസും ഇതൊക്കെ ഉണ്ടാക്കി നീ അത് ചെയ്യരുത് മറ്റേത് ചെയ്യരുത് എന്ന് പറഞ്ഞു കഴിയുമ്പം അവന് അവൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതേ മലയാളി തൊട്ടപ്പുറത്ത് കർണാടകത്തിൽ പോയിട്ട് ഇതേ കൃഷി ചെയ്യുന്നുണ്ട്. അതെ. എന്തിന്? യു ഗിവ് ദം ദ ഫ്രീഡം, ഓപ്ഷൻ ആൻഡ് ഓൾ ദാറ്റ്. എന്നിട്ട് ലെറ്റ്സ് റെഗുലേറ്റ് ഹൗ ദാറ്റ് ഗോസ് അറൗണ്ട്. അല്ലാതെ റെസ്ട്രിക്ഷൻ ആൻഡ് റെഗുലേഷൻ ആർ ഡിഫറെൻറ്റ്. റെഗുലേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യണം തീർച്ചയായിട്ടും. കാരണം എൻവയോൺമെൻറ്റൽ ഡാമേജ് വരുത്താതെയും മറ്റേതുമൊക്കെ. പ്രത്യേകിച്ച് നല്ല കാര്യങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യരുത്. മോണോക്രോപ്പ് സോ ശരിക്ക് ഇത് അഗ്രികൾച്ചർ പഠിച്ചിട്ടുള്ളവരടുത്ത് ചോദിക്കുമ്പോൾ മോണോകൾച്ചർ പോലെ ഒരു മണ്ടത്തരം വേറെ ഇല്ല. ഇപ്പോൾ ഈവൻ നമ്മൾക്ക് കുറേ അന്ധവിശ്വാസങ്ങൾ പോലെയുണ്ട് കുറേ കാര്യങ്ങൾ. ഇപ്പോൾ പാഡി ഈസ് ഓൾസോ മോണോക്രോപ്പ് ആക്ച്വലി. ഇത് പുഞ്ചവയലും അതിൻ്റെ റൊമാൻറ്റിസിസവും ഇതൊക്കെ വെച്ചിട്ട് നമ്മളതെന്തോ ദൈവികമായ ഒരു സംഭവം പോലെയാണ് കൊണ്ടു നടക്കുന്നത്. ആക്ച്വലി അതൊന്നും ശരിയൊന്നുമല്ല. അതും പ്രകൃതിയെ ഡിപ്ലീറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. വാട്ടർ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ദൈവം കണ്ടുപിടിച്ചതാണ് പാഡി കൾട്ടിവേഷൻ എന്നാണ് ചിലരുടെ ധാരണ. ആക്ച്വലി വാട്ടർ ടേബിൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പാഡി കൾട്ടിവേഷൻ ഒന്നും അല്ല ചെയ്യേണ്ടത്, കുറേ കുളം കുഴിച്ചാൽ മതി.
മെയിൻ്റെനൻസ് നന്നായിട്ട് കുളം മെയിൻറ്റെയിൻ ചെയ്താൽ മതി. ഇത് ഞാൻ പറയുന്നത് ഒന്ന് വേണ്ട മറ്റേത് വേണ്ടെന്നല്ല. യു ഷുഡ് ഹാവ് എ പ്രോപ്പർ മിക്സ്. ചോയ്സസും കൂടെ ചോയ്സസ് വേണം, മോഡറേഷൻ വേണം, എക്സ്ട്രീമിസ്റ്റ് ആവരുത്. ഇപ്പോൾ ഈ പാഡി എക്സ്ട്രീമിസ്റ്റുകൾ കുറേ ഉണ്ട്. അതെന്തോ ദിവ്യമായ സംഭവമാണെന്നുള്ള അങ്ങനെയൊന്നും ഇല്ല. അത് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾക്ക് ഫുഡ് സെക്യൂരിറ്റി എന്നൊക്കെ പറയുന്നത് ഇതിനെപ്പറ്റിയൊക്കെ വളരെ വികലമായിട്ടുള്ള തോട്ട് ഉണ്ട് പലർക്കും. നമ്മൾ എൻ്റെ ഗ്രാമത്തിനകത്ത് തന്നെ ഞാൻ നെല്ലുണ്ടാക്കും, ഇത് പച്ചക്കറി ഉണ്ടാക്കും, എല്ലാം ഞാൻ ഇവിടുന്ന് തന്നെ കഴിക്കും, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് യു ബിക്കം സോ റെസ്ട്രിക്റ്റീവ് ദാറ്റ് നത്തിങ് ഹാപ്പൻസ്. നമ്മൾ കൂടുതൽ ഈ കൊച്ചിനെ കുളിപ്പിച്ച് കൊച്ചിനില്ലാണ്ടാക്കി എന്ന് പറഞ്ഞ പോലെ. നിങ്ങൾക്കറിയോ ഇത് കേരളത്തിൽ ആവശ്യമുള്ള പച്ചക്കറിയും ഏതാണ്ട് 30 ലക്ഷം ടണ്ണാണ് എല്ലാ വർഷവും. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണെന്ന് പറയുക 10 താഴെയാണ്. ഫ്രൂട്ട്സ് വേണ്ടുന്നത് 40 ലക്ഷമാണ്. 40 ലക്ഷം മെട്രിക് ടണ്ണാണ്. ഇവിടെ 20-25 റേഞ്ച്. ഇതിനകത്ത് തന്നെ ബനാനയാണ് ബഹുഭൂരിപക്ഷം. രണ്ടിടത്തും ബനാന കാണിക്കും. മറ്റേ അവിടെ കാണിക്കും ഇവിടെ കാണിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒന്നുമില്ല. മുഴുവനും നമ്മൾ ആത്മനിർഭരതയും ഇതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകത്തിൽ നിന്നുള്ള ഈ വിഷമടിച്ചതും മറ്റേന്നൊക്കെ പറയുന്നതാണ്. ബിക്കോസ് യു ഡോണ്ട് ഹാവ് എനി ആക്സസ്. നമുക്ക് കൺട്രോൾ ഇല്ല, നമുക്ക് മേൽനോട്ടമില്ല, ഒന്നുമില്ല. യു ആർ എക്സ്പോസിങ് യുവർ സെൽഫ് ടു വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും ഇതൊക്കെയാണ് നമ്മൾ എക്സ്പോസ് ആവുന്നത്. ഞാൻ പറഞ്ഞു വെച്ചാൽ ടൂറിസം മാത്രം ആയിട്ടല്ല ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അഗ്രികൾച്ചർ മാത്രമായിട്ടല്ല. ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു കാഴ്ചപ്പാട് ആവശ്യമുണ്ട്. ഇവിടെ എന്താ പറയുക, ഇവിടെ ഇടുന്ന വളം മറ്റേതിനും വളമായിരിക്കും. നല്ലൊരു ഇക്കോസിസ്റ്റം ക്രിയേറ്റ് ചെയ്ത എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ടൂറിസവും നന്നാവും. അല്ലാതെ ടൂറിസം മാത്രമായിട്ട് അവിടെ സ്വിച്ച് ഇടുമ്പോഴേക്ക് നന്നാവുന്നൊരു സംഭവമൊന്നും ഇല്ല. ബട്ട് വി ഹാവ് എ ഹ്യൂജ് പൊട്ടൻഷ്യൽ. നമ്മൾ കേരളത്തിൻ്റെ ഒരു ടൂറിസം പൊട്ടൻഷ്യലിൻ്റെ 7 അയലത്ത് പോലും നമ്മൾ ചെയ്യുന്നില്ല. എഗെയിൻ റെസ്ട്രിക്ഷൻസ് ആണ് യഥാർത്ഥ പ്രശ്നം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ പലതും അനുവദിക്കാറില്ല, പെർമിറ്റ് ചെയ്യില്ല. ആൻഡ് നീ ജെർക്ക് റിയാക്ഷൻസ്. ഇപ്പോൾ അഡ്വഞ്ചർ ടൂറിസം ഒരു ക്ലാസിക് ഉദാഹരണമാണ്. അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുഴുവൻ പൂട്ടലാണ് ഇമ്മീഡിയറ്റ്. അല്ലാതെ ആക്ച്വലി എന്താ സംഭവിച്ചതെന്നോ അതൊന്നും ആർക്കും അറിയണ്ട, അതങ്ങ് പൂട്ടുക. ഇപ്പോൾ അങ്ങനെയായിരുന്നെങ്കിൽ ഇപ്പോൾ എല്ലാ എയർപോർട്ടുകളും പൂട്ടണം, എല്ലാ ഫ്ലൈറ്റുകളും നിർത്തലാക്കണം, ട്രെയിനുകൾ നിർത്തണം. കാരണം ഏതെങ്കിലും അപകടം അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവം, അത് മനുഷ്യ സഹജമാണ്. ഹ്യൂമൻ എറർ ഉണ്ടാവാം, ടെക്നിക്കൽ എറേഴ്സ് ഉണ്ടാവാം. അത് ബെറ്റർ ആക്കാനുള്ള മാർഗ്ഗങ്ങൾ തീർച്ചയായിട്ടും നോക്കണം, റെഗുലേറ്റ് ചെയ്യണം, അതൊക്കെ എഗ്രീഡാണ്. പക്ഷേ യു നീഡ് ടു ഓപ്പൺ അപ്പ്, യു നീഡ് ടു ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പ്രൈവറ്റ് ആന്ത്രപ്രനർഷിപ്പ്. ഈ സ്വകാര്യ മേഖല വരാതെ നമ്മൾ എല്ലാം സർക്കാർ ചെയ്യുമെന്നും പറഞ്ഞിരിക്കുന്നതും ഒരു വലിയ വിഡ്ഢിത്തരമാണ്. സർക്കാർ ചെയ്യും, സർക്കാരിനെ അറിയുള്ളൂ പലതും. ഭയങ്കര ഇത് ഈ ഉദ്യോഗസ്ഥരുടെ ഒരു പ്രശ്നവും കൂടെയാണ് കേട്ടോ, നമുക്കേ അറിയുള്ളൂ എന്നാണ്. ഈ ഹോട്ടൽ ബിസിനസ്സിൽ ഞാൻ KTDCയുടെ MD ആയിരുന്നല്ലോ, ഞാൻ ഒന്നും പറയാറുള്ള കാര്യമാണ്. ഹോട്ടൽ ബിസിനസ് KTDC എൻ്റർ ആവുന്നതിനൊരു കാരണമുണ്ട്. കാരണം ആ കാലത്ത് കേരളം ഒരു ടൂറിസം മേഖലയായിട്ട് ആരും അംഗീകരിച്ചിട്ടുമില്ല. വലിയ ബ്രാൻഡുകളൊന്നും ഇവിടെ ഹോട്ടലുകൾ സ്ഥാപിക്കാൻ തയ്യാറുമല്ലായിരുന്നു. അന്നാണ് KTDC ഞങ്ങൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് കുറച്ച് എഫേർട്ട് ഇട്ടിട്ട് കുറേ എണ്ണം ചെയ്തു. എന്നിട്ട് താജിനെ പോലുള്ള ബ്രാൻഡുകളെ കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കൊച്ചിയിലുള്ള ഗേറ്റ് വേ ഉണ്ടല്ലോ, അത് ശരിക്കും KTDC പ്രോപ്പർട്ടിയാണ്. JV ആയിട്ടാണ് അത് ചെയ്തത്. ഇപ്പോഴും JV ആയിട്ട് അവർ റണ്ണിങ് താജ് ചെയ്യുന്നുണ്ട്. ബോൾഗാട്ടി KTDCയുടെ തന്നെയാണ്. ഇത് മറ്റേ ഗേറ്റ് വേ ഇല്ലേ സിറ്റിക്കകത്തുള്ള, അത് ആ പ്രോപ്പർട്ടി പണ്ട് കുറേ കാലം അത് പണി തീരാത്ത ഇതായിട്ടൊക്കെ കിടക്കുകയായിരുന്നു. പിന്നെ ഇറ്റ് ബിക്കേം എ JV. ഇപ്പോൾ അത് താജ് നടത്തുന്നു എന്നുള്ളേ ഉള്ളൂ. KTDC പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അങ്ങനെ കൊണ്ടുവന്നു. പിന്നീട് എല്ലാവരും വരാൻ തയ്യാറായി. ഇന്ന് KTDC പുതിയൊരു പ്രോപ്പർട്ടിയോ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റോ ചെയ്യുമ്പം ശരിക്ക് യു ഹാവ് ടു റിയലി തിങ്ക് ഡിമാൻഡ് ഉണ്ടോ അവിടെ. ഡിമാൻഡ് ഉള്ളൊരു സ്ഥലത്ത്, കാരണം സർക്കാരിൻ്റെ കയ്യിൽ പൈസ പരിമിതമാണ്. അപ്പോൾ പരിമിതമായ ആ പൈസ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് എപ്പോഴും ഒരു പ്രയോറിറ്റൈസേഷൻ എന്നുള്ളൊരു സംഭവമുണ്ട്. ആവശ്യമുള്ള മേഖലയിലാണ് കൂടുതലുണ്ടായിരുന്നത്. ഏറ്റവും അവശരും ഏറ്റവും ദുർബലരും ഒക്കെ ഉള്ള മേഖലകളിലാണ് പ്രയോറിറ്റി എപ്പോഴും കൊടുക്കേണ്ടത്. മറ്റ് കാര്യങ്ങൾ ശരിക്കും ചെയ്യിപ്പിക്കുന്നതിലാണ് മിടുക്ക്. പ്രൈവറ്റ് ഗെറ്റിംഗ് ഇറ്റ് ഡൺ ത്രൂ അതേഴ്സ്, ത്രൂ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ചെയ്യിക്കണം, അതാണ് മിടുക്ക്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്തുമാത്രം എഫേർട്ട് ഇടണമെന്ന് ആലോചിക്കും. കോൺഫിഡൻസ് കൊടുക്കണം ഒന്നാമത് ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. രണ്ടാമത് റെസ്ട്രിക്ഷൻസ് ഇല്ലാതാക്കണം. റെസ്ട്രിക്ഷൻസ് എന്ന് പറഞ്ഞാൽ നോ, എല്ലാം നോ പറയുന്ന ആ ഒരു സമയം. ഇതെല്ലാം പാതിമുക്കാലും
സെൽഫ് ക്രിറ്റിസിസമാണ്. കാരണം ഞാൻ ഉൾപ്പെടുന്ന ഈ ബ്യൂറോക്രസിയുടെ ഒരു ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഇതിനകത്ത്. ഒരാളോ രണ്ടാളോ വിചാരിച്ചാൽ ഒന്നും മാറുന്നതുമല്ല, വളരെ സ്ട്രോങ് പൊളിറ്റിക്കൽ വില്ലും ഒക്കെ ആവശ്യമുള്ളൊരു സംഭവമാണ്. ആൻഡ് അതിന് ഫണ്ടമെൻ്റലി സൊസൈറ്റി പുഷ് ചെയ്യാനും തയ്യാറാണ്. കാരണം സൊസൈറ്റി തന്നെ പലപ്പോഴും ആന്ത്രപ്രനർഷിപ്പിന് എഗെയിൻസ്റ്റാണ്. ഇപ്പോൾ പണം ഉണ്ടാക്കുന്നത് മോശമാണെന്നോ അല്ലെങ്കിൽ ഒരു ഒരു കർഷകൻ്റെ ഇമേജ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കർഷകൻ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം പിടിച്ച് കരഞ്ഞു പിടിച്ച് നിൽക്കുന്ന ഒരു ഫേസാണ്. അതാണ് കർഷകന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കൃഷി ചെയ്ത് നല്ല പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അഗ്രയിലുണ്ടായിരുന്നപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ളതാണ്. എസ്പെഷ്യലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിനകത്തൊക്കെ കൃഷി ചെയ്യുന്ന കോടികൾ ഉണ്ടാക്കുന്നവരുണ്ട്. നല്ല ബെൻസിൽ ഓടിയിലൊക്കെ വന്ന് മീറ്റിങ്ങിനൊക്കെ വന്നവരൊക്കെ ഉണ്ട്. ഇൻകം ടാക്സും ഇല്ല, എക്സംഷൻ ഉണ്ട്. ഇന്ത്യയിൽ ഒരേ ഒരു ഇത് മേഖലയാണത്, അഗ്രികൾച്ചറിൽ ടാക്സും ഇല്ല. അപ്പോൾ ഇവരുമുണ്ട്. ഇതിലേക്ക് കൂടുതൽ പേർക്ക് വരാൻ അവസരം ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാ കർഷകനും നല്ല പൈസ ഉണ്ടാക്കാം. അവർക്ക് തന്നെ കൃഷിയോടൊപ്പം തന്നെ ടൂറിസം കണക്ട് ചെയ്യാം. ഇപ്പോൾ വയബിലിറ്റി വർദ്ധിക്കും, റിസ്ക് നമുക്ക് ഹെഡ്ജ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ പറയാം റെയിൽവേ ടിക്കറ്റ് വിറ്റിട്ട് റെയിൽവേ ലാഭത്തിൽ ഓടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് റെയിൽവേ സ്റ്റേഷനുകളെ നമ്മളിപ്പോൾ എന്താക്കുന്നു, അതൊരു കമേഴ്ഷ്യൽ ഹബ്ബാക്കി മാറ്റുന്നു. ഇപ്പോൾ മെട്രോ ടിക്കറ്റ് വെച്ചിട്ട് ലാഭമാവാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മെട്രോ സ്റ്റേഷനുകളിൽ നിന്ന് നോൺ ട്രാൻസ്പോർട്ട് റവന്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ്, വയബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. പരസ്യങ്ങളാവാം, മറ്റേതാവാം, അവിടെ വെക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്നുള്ള പാട്. ഈവൻ ഫ്ലൈറ്റ് പോലും എയർപോർട്ടിനകത്ത് എന്തുകൊണ്ടാണ് ഇത്രയും വില കൂടുന്നതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എല്ലാത്തിനും അതെ. ഇത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവന് വാടക അത്രയും കൊടുക്കണം. ആ എയർപോർട്ടിന് അത്രയും വാടക. എയർപോർട്ടിന്റെ റണ്ണിങ്ങിനും റവന്യൂ ഫോർ ദ എയർപോർട്ട്. എയർപോർട്ടിന് റവന്യൂ വന്നില്ലെങ്കിൽ അത് യൂസർ ചാർജ് ഫീ എന്നൊക്കെ പറഞ്ഞിട്ട് ഫ്ലൈറ്റിലേക്ക് അടിക്കും. അപ്പോൾ ഫ്ലൈറ്റ് ട്രാവലിൻ്റെ ചാർജ് കൂടും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. അപ്പം ബേസിക്കലി ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഇതെന്താ പറയുക, കൺവെൻഷണൽ റവന്യൂ സോഴ്സസ് ഉണ്ടാക്കി ക്ലബ് ചെയ്ത് മേജ് ചെയ്ത് അങ്ങനെയൊക്കെ കൊണ്ടുവരാൻ ഓരോ പ്രൊഫഷനും അവസരം ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതപ്പോൾ ഈ ടൂറിസം അങ്ങനെ ക്ലബ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. എല്ലാത്തിലോട്ടും ക്ലബ് ചെയ്യാം. ഇപ്പോൾ ഹെൽത്ത് ടൂറിസം അങ്ങനെ ക്ലബ് ചെയ്ത് വന്നതാണല്ലോ. ഇപ്പോൾ ഹെൽത്ത് മേഖലയിൽ എനിക്കറിയാവുന്ന ഒരു ഡോക്ടറുണ്ട്, പുള്ളി ഡെൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പയനിയറാണ്. അദ്ദേഹമാണ് ഇത് തുടങ്ങി വെച്ചതെന്ന് തന്നെ പറയാം. അപ്പോൾ പുള്ളിയുടെ അടുത്ത് വരുന്ന ക്ലയൻസ്, പുള്ളി ആകെ ഒരു 2-3 ക്ലയൻസിനെ ഒരു ദിവസം കാണുള്ളൂ, മതിയല്ലോ. അതങ്ങനത്തെ ക്ലയൻസാണ്. എല്ലാ അറബികളും അവരവരൊക്കെ ബുക്ക് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. സോ ഈ സെലിബ്രിറ്റി ഡെൻറ്റിസ്റ്റ് അദ്ദേഹം ആ ഒരു ക്ലബിങ് നടത്തി. പ്രൊഫഷൻ ഡെൻറ്റിസ്ട്രി ആണ്, പക്ഷേ ഹി ഹാസ് എ കണക്ഷൻ. ആ ടൂറിസമായിട്ട് ക്ലബ് ചെയ്തു. ഇവർ വരുമ്പോൾ എങ്ങനെയാണ്, ഇവർ വരുന്ന താമസവും മറ്റു കാര്യങ്ങളും അലൈഡ് വെൽനസ് ഉണ്ടാവും. ഒരു ട്രിപ്പൊക്കെ അടിക്കും. അല്ലാതെ വന്നിട്ട് പല്ല് ശരിയാക്കിയിട്ട് നേരെ തിരിച്ചു പോകും, ഇല്ലല്ലോ. എല്ലാ തൊഴിൽ മേഖലയിലുള്ളവരും ഇപ്പം സൈഡ് റവന്യൂ, ജിഗ്സ്, മറ്റേത് മറിച്ച് അതിൻ്റെ കാലഘട്ടമാണ്. ഇപ്പോൾ ഡോക്ടേഴ്സ് തന്നെ എത്രയോ പേര് യൂട്യൂബ് ചാനൽ നടത്തുന്നുണ്ട്. അതിൽ നിന്നൊരു റവന്യൂ സോഴ്സ്, മോണിറ്റൈസേഷൻ വന്നിട്ട്. ഇപ്പോൾ ഈ മൾട്ടിപ്പിൾ റവന്യൂ സോഴ്സസ് ആണ് ഇനി മുമ്പോട്ടുള്ളൊരു. മാത്രമല്ല അസറ്റ് ഫ്രീ ആയിട്ടുള്ള ബിസിനസ്സുകൾ എല്ലാം. ഇപ്പോൾ അസറ്റും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഹെവി ആയിട്ടുള്ളതൊന്നും അല്ല. ഇപ്പോൾ സാസ് മോഡലൊക്കെയാണ് പലതും വരുന്നത്. അപ്പോൾ സാസ് മോഡലിലോട്ടൊക്കെ പോകാൻ പറ്റണമെങ്കിൽ എനേബിളിങ് ഒരു എൻവയോൺമെൻറ്റ് കൊടുക്കാൻ പറ്റണം. അവിടെയാണ് ഞാൻ പറഞ്ഞ റെസ്ട്രിക്റ്റീവ് ക്ലോസസ് മാറ്റി. ഇവനിപ്പോൾ ഇലക്ട്രിക് കാറിലെ ബാറ്ററി പോലും എക്സാക്ട്ലി. ഈ ബാറ്ററിയുടെ കഥ പണ്ട് പറയുമ്പം ഞാൻ തമാശക്ക് പറയായിരുന്നു, നമ്മൾ ഈ കാണുന്ന പെട്രോൾ പമ്പുകളൊക്കെ ഉണ്ടല്ലോ, പെട്രോൾ പമ്പുകളൊക്കെ ബാറ്ററി മാറ്റുന്ന സ്റ്റേഷനുകളായി മാറിയാൽ നമ്മൾ ഇതിലേ പോകുമ്പോൾ ബാറ്ററി തീർന്നു, വേറൊരു ബാറ്ററി വെച്ചിട്ട് പോകുന്ന ഒരു സിസ്റ്റം വന്നു തുടങ്ങി. അപ്പോൾ അത് ആക്ച്വലി വന്നു കഴിഞ്ഞു. ഇനി ടെക്നോളജിയുടെ സ്പീഡ്, ഇപ്പോൾ AI മറ്റൊക്കെ റിസർച്ച്, ഇതെല്ലാം ദ വേ തിങ്സ് ആർ മൂവിങ് ഭയങ്കര ഫാസ്റ്റാണ്. നമ്മളിവിടെ പലരും പഠിക്കുന്ന കോഴ്സുകൾ പഠിച്ചിറങ്ങുമ്പോഴേക്കും ആ കോഴ്സിൻ്റെ റെലവൻസ് തന്നെ ചിലപ്പോൾ തീർന്നു പോകും. അപ്പോൾ ഒരു അപകടകരമായ ഒരു മേ ബി പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് 2030 ആകുമ്പോഴേക്കും we'll start working in jobs which we don't know now. Very much possible. 5 years we don't know what we are going to work. എക്സാക്ട്ലി. അപ്പോൾ കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. നമ്മൾ ഈവൻ അഡ്മിനിസ്ട്രേഷനും ഒക്കെ കുറച്ചുകൂടെ ഗവൺമെൻറ് തന്നെ ഒന്ന് ആലോചിക്കൂ. ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ റൂൾസ്, റെഗുലേഷൻസ്, പ്രീവിയസ് ഓർഡേഴ്സ്, പ്രീസിഡൻസ്, പിന്നെ കോർട്ട് ജഡ്ജ്മെൻറ്റ്സ്, ഇതൊക്കെ നോക്കിയിട്ട് ഡിസിഷൻ എടുക്കൽ മാത്രമേ ഉള്ളൂ. ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ശരിക്കും ഒരു നല്ല AI ഏജൻ്റ് ഉണ്ടെങ്കിൽ, ChatGPT ഒരു 10 മിനിറ്റിൽ നമ്മൾ ഒരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അവൻ്റെ അടുത്ത് ഈ പറഞ്ഞ എല്ലാ ഗവൺമെൻറ് ഓർഡേഴ്സും, ആക്റ്റുകൾ, ഇതെല്ലാം അവൈലബിൾ ആണ്. റിട്ടൺ ആണല്ലോ, ഗവൺമെൻറ്റിൻ്റെ ഗുണം അതാണ്, എല്ലാം റിട്ടൺ ആണ്. അപ്പോൾ ഈ റിട്ടൺ ആയിട്ടുള്ള സാധനം മുഴുവൻ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ
അവൻ ഡിസിഷൻ എടുത്ത് തരും, ന്യായമായിട്ടുള്ളത് എടുത്ത് തരില്ലേ, കറക്റ്റായിട്ടുള്ളത് എടുത്ത് തരില്ലേ? അവനെ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഹീൽ ബി ലൈക്ക് 100% പെർഫെക്റ്റ്. ഒരു മനുഷ്യൻ വരുത്തുന്ന ഡിസ്ക്രീഷൻ, കറപ്ഷൻ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഈ സെക്രട്ടേറിയറ്റിൽ നമ്മൾ ഇത്രയും പേര് നമ്മളൊക്കെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇത്രയും പേരില്ലാതെ ഒറ്റ ഏജൻറ്റിന് ഇത് മുഴുവൻ പഠിച്ചെടുത്തിട്ട് അതിലൂടെ ഫയൽ റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതാത് മിനിസ്റ്റേഴ്സിന് കറക്റ്റ് തീരുമാനം എടുക്കാവുന്നേ ഉള്ളൂ. അപ്പം റിഡൻഡൻ്റ് ആവാൻ പോകുന്നത് എത്രയോ പേരാണ് ഇങ്ങനെ ചുമ്മാ ഫയൽ കുറേ എഴുതി ആൾക്കാർ ഉപദ്രവിച്ച് നിൽക്കുന്നത്. ഞങ്ങളെ പോലുള്ളവരൊക്കെ ശരിക്കും ആവശ്യമില്ല. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന റിയാലിറ്റി അതാണ്. ഇറ്റ് ഷുഡ് ഹാപ്പൻ. ഈവൻ നമ്മൾ ജുഡീഷ്യറിയിലും ഒക്കെ തന്നെ തീരുമാനം എടുക്കാൻ, കാരണം റിട്ടൺ ഫാക്ട്സും ഫിഗേഴ്സും ഇതും വെച്ചിട്ട് വേണം തീരുമാനം എടുക്കാൻ, അല്ലാതെ ആളുടെ മുഖം നോക്കിയിട്ടല്ല. ഗവൺമെൻറ്റിലും പ്രത്യേകിച്ച് ആളും തരവും നോക്കിയിട്ട് തീരുമാനം മാറ്റുന്നത് നിർത്താൻ ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പോകുന്നത് AI ആണ്. അപ്പോൾ AI ശത്രുവായിട്ടൊന്നും കാണേണ്ട കാര്യമൊന്നുമില്ല. ഇത് ഗുഡ്. ഓഫ് കോഴ്സ് കുറേ ജോലിയും ഇതൊക്കെ മാറും, ജോലിയുടെ സ്വഭാവം മാറും. പക്ഷെ കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിപ്പോൾ ഒരു നമ്മൾ ഒരു കുതിര നല്ല സ്പീഡിൽ ഓടുന്നുണ്ട്, ശരി, കുതിരയെ നോക്കിയിട്ട് അതുമായിട്ട് ഓടി മത്സരിക്കാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല. കുതിര പുറത്ത് കയറാൻ നോക്കുക, അത്രേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, AI അഡോപ്റ്റ് ചെയ്യുക, എഫിഷ്യൻസി വർദ്ധിപ്പിക്കാം. അതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുമാണ്. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഡോക്ടർ വേണു സാർ, അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ ഈ AI എങ്ങനെ ഗവൺമെൻറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു കമ്മിറ്റിയും മറ്റൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാനാണ് അതിൻ്റെ സബ് കമ്മിറ്റി ചെയർ ചെയ്തത്. ഞാൻ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു. അതിൽ ഡിഫിക്കൽട്ട് ടു ടേക്ക് എ ഡിസിഷൻ ഓൺ ദാറ്റ്. കാരണം ഞാനകത്ത് ഇത് എക്സാക്ട്ലി പറഞ്ഞിരുന്നു, ഒരു വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറിമാരെ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഫയൽ വെർച്വൽ ഡെപ്യൂട്ടി സെക്രട്ടറി വഴി റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 99.9% പറയുന്നതാണ് കറക്റ്റ്. പിന്നീട് നമുക്ക് വേറെ എന്തെങ്കിലും റീസൺ അതിൽ നിന്ന് വ്യതിചലിക്കണം എന്നുണ്ടെങ്കിൽ കാരണം എഴുതിയിട്ട് നമുക്ക് ഓവർ റൂൾ ചെയ്യാം, ഫൈൻ, ആയിക്കോട്ടെ. പക്ഷേ കറക്റ്റ് ഡിസിഷൻ നമുക്ക് കിട്ടണം. അതിന് ഒന്നാമത് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ പ്രാഗ്മാറ്റിക് ആവുകയും വേണം. ഈ ഡാറ്റ മുഴുവനും ഫീഡ് ചെയ്ത് കൊടുക്കണ്ടേ, പബ്ലിക് ഡൊമൈനിലിടണം, അവിടെ നിന്ന് കുറേ ഡ്രോ ചെയ്ത് നമുക്ക് എടുക്കാം. അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ നമ്മൾ ഈ ടൂളിലേക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കണം. ഇതിൽ രഹസ്യമൊന്നുമില്ല. ഗവൺമെൻറ് ഓർഡേഴ്സ് രഹസ്യമാണോ? കോടതി വിധികൾ രഹസ്യമാണോ? പാർലമെൻറ്റോ അല്ലെങ്കിൽ അസംബ്ലിയോ പാസ്സാക്കുന്ന നിയമങ്ങൾ രഹസ്യമാണോ? ഇതിനൊന്നും സെക്യൂരിറ്റി അങ്ങനെയൊന്നുമില്ല. ഇത് മുഴുവൻ വളരെ എളുപ്പത്തിൽ ഫീഡ് ചെയ്ത് പഠിപ്പിച്ചെടുക്കാവുന്ന കാര്യം. ഇത്രയും തന്നു, ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ പെൻഷൻ്റെ കേസിൽ ഒരു തീരുമാനം എടുത്ത് തരാമോ, അല്ലെങ്കിൽ ഇന്ന കേസിൽ ഇതിൽ ആർക്ക് അനുകൂലമായിട്ടാണ് തീരുമാനം എടുക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു തരില്ലേ? ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പിന്നെ ഡെപ്യൂട്ടി സെക്രട്ടറി ഇങ്ങനെ വെർച്വൽ വന്നു കഴിഞ്ഞാൽ ഗുണം 24/7 വർക്ക് ചെയ്യും. പിന്നെ വർക്ക് ചെയ്യും, അവൻ കൈക്കൂലി വാങ്ങൂല, അത് വലിയൊരു അവൻ സ്വാധീനത്തിന് വഴങ്ങില്ല. അതൊക്കെ പ്രശ്നമാണ്. One last question to wrap it up, sir. ഇതൊരു hypothetical question ആണ്. Maybe you can answer it in one word. Given an hypothetical sense, given an opportunity, ഏത് ബ്യൂറോക്രാറ്റിക് റിച്വൽ ആയിരിക്കും പ്രശാന്ത് നായർ മാറ്റാൻ ശ്രമിക്കുന്നത്? ഏത് റിച്വൽ ആണെന്നോ? റിച്വൽസിന്റെ പൂരമാണ് മൊത്തം മാറ്റണം എന്ന് വിചാരിക്കുന്നത്. എന്നാലും ഒരു എപ്പോഴെങ്കിലും പൊസിഷനിലേക്ക് ഇരിക്കുന്ന തോന്നുമ്പോൾ ഇത് മാറ്റണം എന്ന് തോന്നിയിട്ടുള്ള? അങ്ങനെ തോന്നുന്നു. എനിക്ക് ഈ ഉദ്ഘാടനങ്ങൾ എടുത്തു കളയണമെന്ന് തോന്നിയിട്ടുള്ളൊരു ഉദ്ഘാടനം പോലെ ഒരു പ്രഹസനം വരെയില്ല. എന്തൊരു പ്രഹസനമാണ്, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സർക്കാർ ജനങ്ങൾ തന്നെ കൊടുത്ത പൈസ, ആ പൈസ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. ചെയ്തതിന് ശേഷം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മൾ കുറേ പേര് അവിടെ വന്നിരിക്കുന്നു, എന്നിട്ട് കുറേ പ്രസംഗം നടത്തുക. ഇത് ഒന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ടൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് വൃത്തികേടായി കാണിക്കുന്നത്. എന്നിട്ട് അവിടെ ഒരു വലിയ ഫലകമൊക്കെ എഴുതി വയ്ക്കും, അല്ലെങ്കിൽ ചിലയിടത്ത് ഇന്ന ആളുടെ വക എന്നൊക്കെ പറഞ്ഞ് നേർച്ചയൊക്കെ ഇടുന്ന മാതിരി ഇന്ന വക. എന്തൊരു അശ്ലീലമാണെന്ന്. ഇത് സത്യം പറഞ്ഞാൽ ആകെ എഴുതി വെക്കേണ്ടത് അത് പണിത കോൺട്രാക്ടറുടെ പേരാണ്. കാരണം അത് അഥവാ വീഴുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് പോക്കാം, ലയബിലിറ്റി ഉണ്ടാക്കാം. ജനങ്ങൾ അറിയണം. അതിൽ കവിഞ്ഞ് ഒരു ദിസ് ഇസ് റുട്ടീൻ. സർക്കാരിൻ്റെ പണിയാണ് പാലം പണിയൽ, അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കൽ, അല്ലെങ്കിൽ ആശുപത്രി പണിയൽ. ഇതൊക്കെ റുട്ടീനാണ്. ഇതെല്ലാം നമ്മൾ ഓരോ ചടങ്ങുകൾ നമ്മുടെ എത്ര സമയം വേസ്റ്റ് ആക്കുന്നുണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഒരു സംഭവം കാസർഗോഡ് ഉദ്ഘാടനം നടക്കുന്നെന്ന് വിചാരിച്ചോ, ഇവിടെ നിന്നേ ഒരുങ്ങിക്കെട്ടി എല്ലാവരും അവിടെ പോയിരിക്കും. ഒരു വേദി, ആ വേദി പണിയാൻ എത്ര പൈസ വേണം? ഈ പൈസയൊക്കെ സാധാരണക്കാരൻ്റെ ആണ്, അല്ലെങ്കിൽ അത് പണിത കോൺട്രാക്ടർ കൊണ്ടാണ് സ്പോൺസർ ചെയ്യിപ്പിക്കുക. ഇതെല്ലാം എവിടെന്നെങ്കിലും ഈ പൈസ പോകുന്നുണ്ട്. ഈ പൈസ വെറുതെ കിട്ടുമോ? നമ്മൾ പലപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന പല സംഭവങ്ങളും അതിൻ്റെയൊക്കെ വേസ്റ്റേജ് നോക്കണം. അതിൽ ഉപയോഗിക്കുന്ന ഇഷ്ടിക കല്ല് മതി ചിലപ്പം നമ്മൾ വേറൊരു വീട് വെച്ച് കൊടുക്കാൻ. ഈ റിസോഴ്സ് നമ്മൾക്ക് എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലെ പൈസ പരിമിതമാണ്. യു ഹാവ് ടു ട്രീറ്റ് ഇറ്റ് ലൈക്ക് യുവർ മണി.
എൻ്റെ പൈസ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും, എത്ര പരിമിതമായിട്ട് അത് ചിലവാക്കും, എവിടെ ഉപയോഗിക്കും നമ്മുടെ ജീവിതത്തിൽ, അതുപോലെ വേണം. ഇത് ആരാൻ്റെ ഇത് വലിയട വലിയ എന്ന് പറഞ്ഞ പോലത്തെ ഒരു അപ്രോച്ച് വന്നു പോയിട്ടാണ് ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ നോർമലൈസ് ചെയ്തു പോയി. ഉദ്ഘാടനം ഇല്ലെങ്കിൽ വലിയ പ്രശ്നം. അപ്പോൾ ഇതിന് കൗണ്ടർ പറയാമെന്നാണെന്നറിയോ, ഇത് ഉദ്ഘാടനം ചെയ്താലേ ജനങ്ങൾ അറിയുന്നു. നിങ്ങൾ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണം. ജനങ്ങൾ ഒരു റോഡ് വന്നാൽ ജനം ആ റോഡ് വന്നു എന്ന് അറിയുന്നത് എങ്ങനെയാണെന്നറിയോ, ആ റോഡ് കൂടെ സഞ്ചരിച്ചിട്ടാണ്, അല്ലാതെ അതിൻ്റെ ഉദ്ഘാടനം കണ്ടിട്ടല്ല. ഒരു ആശുപത്രി വന്നു എന്ന് അറിയുന്നത് അവിടെ നിന്നുള്ള സർവീസസ് കിട്ടിയിട്ടാണ്. ഒരു മാർക്കറ്റിൽ ഓൾറെഡി ഡിമാൻഡ് ഉണ്ടാവുമല്ലോ. അവന് ആവശ്യമുള്ള സാധനം അവന് കിട്ടുമ്പോൾ അവനത് ഫീൽ ചെയ്യും. അവനെ കുത്തി പറഞ്ഞു കൊടുത്തിടാ ഞാൻ ഇത് തന്നടാ നിനക്ക് എന്ന് പറയുന്നത് അവനെ ഡിമീൻ ചെയ്യുന്ന പോലെയാണ്. അത് വളരെ എന്താ പറയുക, ഒരു ബഹുമാനമില്ലാത്ത, സിറ്റിസണിനോട് ബഹുമാനമില്ലാത്ത ഒരു പെരുമാറ്റമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഞാൻ പറഞ്ഞത് അതിനകത്ത് പ്രഹസനമാണ്. ഒന്ന് ഡിറ്റാച്ച് ചെയ്ത് നോക്കുമ്പോഴേ ശരിക്ക് എന്തൊരു വളിപ്പാണ്. എന്തായാലും absolute pleasure to have you on this podcast. എന്തായാലും I hope it was a great interaction. I hope like people take whatever I said in a positive sense. കാരണം ഇതാരും കുറ്റം പറയാനോ ഇങ്ങനെ പറഞ്ഞല്ല, നമ്മൾ പറഞ്ഞ് കോൺവെർസേഷനിൽ വന്നുകൊണ്ട്, ബിക്കോസ് യു ആർ ഓൾസോ someone closely associated with civil service and all that. So നമുക്ക് ഒരു ഓപ്പൺ ഡിസ്കഷൻ പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. Absolute pleasure, sir. Thank you so much. Thank you so much.